പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HCF എന്താണ് LCM എന്നുള്ളതിൻ്റെ ബേസിക് ടോപ്പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് LCM, എന്താണ് HCF, അതിൻ്റെ ഏറ്റവും ഇൻട്രൊഡക്ഷൻ, എങ്ങനെ കണ്ടുപിടിക്കാം, മൾട്ടിപ്പിൾ എന്താണ്, ഫാക്ടേഴ്സ് എന്താണ്, ഫാക്ടറൈസേഷൻ എന്താണ്, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്ത മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് ടോപ്പിക്കിൻ്റെയും ആദ്യം അതിൻ്റെ ബേസ് പഠിച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. അല്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ട് കുറേ ഇക്വേഷൻസ്, അതിൻ്റെ ബേസിലുള്ള കുറേ ഇക്വേഷൻസ് കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇക്വേഷൻ എല്ലാം ഒരേ രീതിയിൽ നമുക്ക് ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആദ്യം പഠിക്കുക. എന്താണ് ഈ നമ്മൾ പഠിച്ച ടോപ്പിക്കിൻ്റെയൊക്കെ ഏറ്റവും ബേസ് എന്താണ്, അത് നല്ല വൃത്തിക്ക് മനസ്സിലായതിന് ശേഷം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ കഴിയും. അല്ലാതെ വെറും ഒരു കാണാപ്പെടുത്തം, കുറേ ഇക്വേഷൻസ് പഠിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇക്വേഷൻസും മാറിപ്പോകാം, മറന്നു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മറക്കത്തില്ല. അപ്പം ബേസ് നല്ല വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് എല്ലാം അങ്ങനെയാണ്. ആദ്യം നമ്മൾ ടോപ്പിക്കിൻ്റെ ബേസ് പഠിച്ചു, എല്ലാ ടോപ്പിക്കിൻ്റെയും ബേസിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലും LCM എന്താണ്, HCF എന്താണ്, അതിൻ്റെ ബേസിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നല്ല രീതിയിൽ ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ്, എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകാം. LCM ആൻഡ് HCF ഇതിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് നോക്കാം. ഫസ്റ്റ് മോഡലാണ്. ക്വസ്റ്റ്യൻ നോക്കാം. 5, 15, 30 എന്നീ സംഖ്യകളുടെ ലസാഗു കാണുക. സംഖ്യകൾ ഏതൊക്കെയാണ്? 5, 15, 30. നോക്കാം എങ്ങനെയാണ് ലസാഗു കാണുന്നത്. നമ്മളിത് ആ നമ്പേഴ്സ് അതേപോലെ എടുത്ത് എഴുതുന്നു. 5, 15, 30. ഓക്കെ, എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് മൂന്ന് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് ഉണ്ട്. മൂന്നിനെയും ഡിവൈഡ് ചെയ്യും അല്ലേ. മൂന്നിനെയും കോമൺ ആയിട്ട് ഹരിക്കാൻ കഴിയുന്ന ഏത് നമ്പറുണ്ട്? 5 ഉണ്ട് അല്ലേ. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 കിട്ടും. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3 കിട്ടും. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 കിട്ടും. ഓക്കെ, അപ്പോൾ മൂന്ന് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന 5 എന്ന നമ്പേഴ്സ് വെച്ച് നമ്മൾ മൂന്ന് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടി 1, 3, 6. ഇനി എന്ത് ചെയ്യുക, നമുക്ക് LCM ആണ് കാണേണ്ടത് അല്ലേ. ഇനി നോക്കുക, 1നെയും 3യെയും 6നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? അപ്പോൾ നമുക്കറിയാം 3നെയും 6നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. പക്ഷേ 1ന് ചെയ്യാൻ കഴിയുമോ? 1ന് നമുക്ക് 3 കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അന്നേരം എന്ത് ചെയ്യണം? ഇത് നമ്മുടെ HCF നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്നും HCF കാണാൻ ചോദിക്കുമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും അല്ലേ. 3 നമ്പറിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന 5 മാത്രമേ ഉള്ളൂ, ഒറ്റ നമ്പറേ ഉള്ളൂ. ഇനി LCM ആണ് നമുക്ക് കാണാൻ ചോദിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 1, 1, 1 വരുന്നത് വരെ എല്ലാ നമ്പേഴ്സിനെയും ചെയ്യണം. ദെൻ അടുത്ത നമ്പർ 3 ഇട്ട് നോക്കുന്നു. 3 ഇടുമ്പം 1 അതേപോലെ താഴോട്ട് ഇറക്കി. 3 ഡിവൈഡ് ബൈ 3 ആൻസർ 1 കിട്ടും. 6 ഡിവൈഡ് ബൈ 3 ആൻസർ 2 കിട്ടും അല്ലേ. വീണ്ടും താഴേക്ക് കൊണ്ടുപോവുക. 2 ആൻസർ 1, 1, 1 അല്ലേ. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ LCM എത്രയാണ്? LCM ഈക്വൽ ടു 5 ഇൻറ്റു 3 ഇൻറ്റു 2 എത്ര കിട്ടും? 5 ഇൻറ്റു 3 15, 15 ഇൻറ്റു 2 30. കണ്ടോ, 30 കിട്ടി. ഇവിടുത്തെ LCM 30ഉം HCF 5ഉമാണ്. അപ്പോൾ എന്താ, 5, 15, 30 എന്നീ സംഖ്യയുടെ ലസാഗു കാണാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, മൂന്ന് നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഒരേ ഒരു നമ്പരേ ഉള്ളൂ, 5. ആ 5 ഇട്ട് നമ്മൾ ചെയ്തതിന് ശേഷം 1, 3, 6 എന്ന് കിട്ടി. ഇവിടെ 3യും 6നെയും മാത്രമേ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ 3ക്കും 6നും കൂടെ കോമൺ ആയിട്ടുള്ള ഫാക്ടറായ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ 3 ഇട്ട് കൊടുത്ത് നമ്മൾ അവസാനം വരെ ചെയ്തു. നമുക്ക് കിട്ടി ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത് 30 കിട്ടി. HCF 5 കിട്ടി. ഇനി നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് കിട്ടിയ HCF എന്ന് പറയുന്നത് നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന നമ്പേഴ്സ് ആദ്യത്തെ നമ്പേഴ്സാണ് അല്ലേ, ഏറ്റവും ചെറിയ നമ്പറാണ്. നമുക്ക് കിട്ടിയ LCM എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഏറ്റവും വലിയ നമ്പറുമാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് ചോദിക്കുന്ന നമ്പർ
എളുപ്പ വഴി നോക്കി വെച്ചോ. നമുക്ക് ചോദിക്കുന്ന നമ്പർ ഇത് നമ്മൾ സാധാരണ പഠിച്ച വഴിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എളുപ്പ വഴി ഡിസ്കസ് ചെയ്യുക. എങ്ങനെയാ നമുക്ക് ചോദിച്ചേക്കുന്ന നമ്പർ ശ്രദ്ധിക്കുക. നമുക്ക് ചോദിച്ചേക്കുന്ന നമ്പർ 5, 15, 30 അല്ലേ? 5, 15, 30. ഇതിനകത്തിലെ വലിയ നമ്പർ എടുക്കുക. ആ വലിയ നമ്പറിനെ ബാക്കിയുള്ള നമ്പേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. ഓക്കെ, വലിയ നമ്പറായ 30 30നെ ബാക്കി രണ്ട് നമ്പേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ എന്താ പറഞ്ഞത്? ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന 3 നമ്പേഴ്സിനകത്ത് ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ആ വലിയ നമ്പറിനെ ബാക്കി 2 നമ്പർ കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിലെ വലിയ നമ്പറായിരിക്കും ലസാഗു അല്ലെങ്കിൽ LCM. അതിനകത്തിലെ ചെറിയ നമ്പറായിരിക്കും HCF. മനസ്സിലായോ? എളുപ്പവഴി മനസ്സിലായല്ലോ. അപ്പം പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പോൾ നമുക്ക് എളുപ്പവഴി പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിലും സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 5, 20, 40. എന്താ നമുക്ക് ലസാഗു അല്ലെങ്കിൽ ഉസാഗ കാണാൻ തരികയാണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. അതിനകത്തിലെ വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ ആരാ? 40. 40നെ കൊണ്ട് ബാക്കി 2 ചെറിയ നമ്പർ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. ഇതേ നോക്കിയേ, 40 ഡിവൈഡ് ബൈ 20 ആൻസർ 2 എന്ന് കിട്ടി. ഇനി 40നെ കൊണ്ട് 5നെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. 5നെ ഡിവൈഡ് ചെയ്യാൻ കഴിയും 8 അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? എളുപ്പവഴി എന്താ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിൽ തന്നിരിക്കുന്ന 3 നമ്പേഴ്സിനകത്തിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ആ വലിയ നമ്പറിനെ ബാക്കി 2 നമ്പേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഹരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ വലിയ നമ്പറായിരിക്കും അവിടുത്തെ LCM എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ നമ്പറായിരിക്കും അവിടുത്തെ എന്ത്? HCF. മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. 5, 20, 40 അല്ലേ? 3 നമ്പറിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന 5 എന്ന് പറയുന്ന നമ്പർ 1, 4, 8. ഇനി നോക്കിയേ, 1നെയും 4നെയും 8നെയും കൂടെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്ത് മാത്രമേ കഴിയൂ? 4ഉം 8നെയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പൂർണ്ണമായ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം HCF എന്ന് പറയുന്നത് എത്ര കിട്ടി? 5 കിട്ടി. ശരിയല്ലേ? നോക്കി, ഏറ്റവും ചെറിയ നമ്പറായ 5 അവിടുത്തെ HCF. ഇനി താഴോട്ട് നമ്മൾ LCM ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതേ കോമൺ ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 അതേപോലെ താത്രയ്ക്ക് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 അല്ലേ? വീണ്ടും 2 കൊണ്ട് ചെയ്യുക. 1 താത്രയ്ക്ക് 1, 2. വീണ്ടും 2 കൊണ്ട് ചെയ്യുക. 1, 1, 1. ഇത് ഇത്രയും കൂടെ ഒന്ന് ഗുണിച്ച് നോക്കിയേ. 5 × 2 10, 10 × 2 20, 20 × 2 40. അവിടുത്തെ LCM എന്ന് പറയുന്ന ആര് കിട്ടി? 40 കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ മോഡൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ ക്വസ്റ്റ്യൻ? 3 നമ്പേഴ്സ് തരുവാണെങ്കിൽ 3ഓ 2ഓ ഏതായിക്കോട്ടെ 3 നമ്പേഴ്സ് തരുവാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ വലിയ നമ്പർ നോക്കുക. വലിയ നമ്പർ കൊണ്ട് ബാക്കിയുള്ള നമ്പേഴ്സിനെ നമുക്ക് പൂർണ്ണമായി നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ വലിയ നമ്പറായിരിക്കും നമ്മുടെ LCM. തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ ഏറ്റവും ചെറിയ നമ്പറായിരിക്കും നമ്മുടെ HCF. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്തേ. 10, 30, 50. നോക്ക്, 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ LCM കാണുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമ്പർ എടുക്കുക. വലിയ നമ്പർ എടുത്തു 50. 50 ബാക്കി 2 നമ്പേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പഠിച്ച രീതി ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ LCM കാണുന്നത് അതേപോലെ LCM കാണുക. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു എളുപ്പ വഴി ആദ്യം അപ്ലൈ ചെയ്ത് നോക്കുക. അതുവഴി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്കറിയാവുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചെയ്യുക. 10, 30, 50 കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? നമുക്ക് 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 2 കിട്ടും. ഇവിടെ 6, 50 ഡിവൈഡ് ബൈ 5 10. ഇനി ഏത് നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? 1, 3, 5. ഇനി നോക്കിയേ, 3നെയും 5നെയും 1നെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഈ 3 നമ്പറിനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് LCM നിർത്താം.
എന്നിട്ട് എന്ത് ചെയ്യാം, എൽ സി എം ഈക്വൽ ടു എന്തെഴുതാം, 5 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് നിരത്തി എഴുതാം. ഓക്കെ, ഇതൊക്കെ എളുപ്പ വഴി. ഇനി നമ്മൾ പഠിക്കുന്നതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയുള്ള വഴികളാണ്. അപ്പം 5 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 5 വരെ ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് എന്താ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതനുസരിച്ച് താഴെ 1 വരെ ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. അതൊന്ന് ചെയ്ത് നോക്കിയേ. ഇതേ ഇവിടെ 2നെയും 3നെയും 5നെയും കോമൺ ആയിട്ട് നമ്പർ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ 3 ഇട്ട് കൊടുത്തു. 1 താത്രയ്ക്ക് 3/3 1, 5/3 ചെയ്യാൻ പറ്റത്തില്ല. 5 താത്രയ്ക്ക്. പിന്നെ എത്ര കൊണ്ട് ചെയ്യുന്നു, 5 കൊണ്ട് ചെയ്യുന്നു. ആൻസർ 1 1 1. കണ്ടോ, ഇവിടെ എക്സ്ട്രാ വരുന്ന 3യും 5ഉം അല്ലേ, ആ നമ്പറല്ലേ ഇവിടെ തന്നെ കിടക്കുന്നത്. അപ്പം കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവിടം വരെ നിർത്തിയിട്ട് അതിനെയും കൂടെ എൽ സി എമ്മിനകത്ത് ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? വീണ്ടും ചെയ്ത് താഴോട്ട് പോകണമെന്നില്ല. 3 നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അതും കൂടെ ആ നമ്പേഴ്സിൻ്റെ കൂടെ എഴുതിയാൽ മതി. അപ്പം ഗുണിക്കുക. 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 3 30, 30 ഇൻറ്റു 5 150. എൽ സി എം കിട്ടി 150. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യനകത്ത് ഈ HCF ചോദിച്ചാൽ നമ്മൾ എന്തെഴുതും? HCF ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതും? നോക്കിയേ, കോമൺ ആയിട്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 5ഉം 2ഉം അല്ലേ. HCF എത്രയാണ് അവിടെ? 5 ഇൻറ്റു 2 ഈക്വൽ ടു 10. ഇവിടുത്തെ HCF 10 ആണ്. LCM 150 ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5, 15, 25. അപ്പം നമുക്കറിയാവുന്ന എളുപ്പ വഴി ഏതാ? ഇതിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ആ വലിയ നമ്പർ കൊണ്ട് ബാക്കി 2 നമ്പേഴ്സിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ സാധാരണ നമുക്കറിയാവുന്ന രീതി ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 5, 15, 25 എത്ര കിട്ടും? 5 കൊണ്ട് ചെയ്യാം. 5/5 1 കിട്ടും. 15/5 3 കിട്ടും. 25/5 5 എന്ന് കിട്ടും. നമുക്ക് കിട്ടി 135. ഇനി നോക്കാം, 3 നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. ഏതെങ്കിലും 2 നമ്പറിനെ ചെയ്യാൻ പറ്റുമോ? അതും കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെച്ച് നിർത്തിയിട്ട് 5 ഇൻറ്റു 3 ഇൻറ്റു 5 ഇതാണ് ഇവിടുത്തെ LCM. ഓക്കെ, ഈ 5ഉം ഈ 3യും ഈ 5ഉം. ഓക്കെ ആണോ? ഇവിടുത്തെ HCF എത്ര കിട്ടും നമുക്ക്? HCF ഓക്കെ, കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒറ്റ ഫാക്ടർ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് HCF എന്ന് പറയുന്നത് 5 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ബാക്കി 2 നമ്പേഴ്സിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ വലിയ നമ്പറായിരിക്കും LCM. ഇനി അതിലെ ചെറിയ നമ്പറായിരിക്കും HCF. ഇനി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന മെത്തേഡ് ഏതാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അതുവഴി ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്ത മോഡൽ നോക്കിയേ. 1.5, 2.5, 4.5. നോക്കിയേ, നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഡെസിമൽ നമ്പറാണ്. ഏത് നമ്പറാണ്? ഡെസിമൽ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് തരുവാണെങ്കിൽ എങ്ങനെ ചെയ്യാം? എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിൻ്റെ LCM കാണുന്നത്? അല്ലെങ്കിൽ ഡെസിമൽ നമ്പേഴ്സിൻ്റെ HCF എങ്ങനെ കാണാം നോക്കാം. ഓക്കെ, നമുക്ക് നിൽക്കുന്ന 1.5. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനമുണ്ട്. 2.5-നകത്തിലും ഡെസിമൽ കഴിഞ്ഞ് 1 സ്ഥാനമുണ്ട്. 4.5-നകത്തിലും ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റ്. അപ്പോൾ 3 ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റേ ഉള്ളൂ? 1 ഡിജിറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ നമ്പറിനെയും 1 0 വരുന്ന 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. എല്ലാ നമ്പറിനെയും ഒറ്റ 0 വരുന്ന 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 10 എന്തുകൊണ്ട് സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാണ് 10? കാരണം ഇവിടെ ഡെസിമൽ കഴിഞ്ഞ എല്ലാവരുടെയും അവസാന സ്ഥാനത്ത് എത്രയേ ഉള്ളൂ? 1 ഡെസിമൽ കഴിഞ്ഞ് 1 ഡിജിറ്റേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എല്ലാ നമ്പേഴ്സിനെയും 100 കൊണ്ട് ഇൻറ്റു ചെയ്തേനെ. ഇനി ഏതെങ്കിലും നമ്പറിന് ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? 1000 കൊണ്ട് ഇൻറ്റു ചെയ്തേനെ. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ എല്ലാ നമ്പേഴ്സിനും 1 ഡിജിറ്റേ ഉള്ളതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യും. ദെൻ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെസിമൽ അങ്ങ് മാറും. 1.5-നെ 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിയേ. 1.5 നമ്മൾ എന്താ പറഞ്ഞത്? ഡെസിമൽ നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യാൻ നേരത്ത് ആ ഡെസിമൽ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ 150 എന്ന് കിട്ടും. ഇനി എത്ര സ്ഥാനം
മാറിയാണോ ഡെസിമൽ കിടക്കുന്ന അത്രയും സ്ഥാനം ആൻസറിനകത്തിലും മാറ്റിയിടുക. നോക്കിയേ 15 എന്ന ആൻസർ കിട്ടിയുണ്ടോ? അപ്പോൾ 1.5 ഇൻറ്റു 10 ഇവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. ആ ഒരു സ്ഥാനം ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഡെസിമൽ അങ്ങ് ഒഴിവാകും. ഇവിടെ നോക്കി അങ്ങനെയാണെങ്കിൽ 2.5 ഇൻറ്റു 10 ആൻസർ കിട്ടും 25. ഒരു സ്ഥാനമേ ഉള്ളൂ. 4.5 ഇൻറ്റു 10 ആൻസർ കിട്ടും 45. മനസ്സിലായോ? അപ്പം ഡെസിമൽ മാറാൻ എന്ത് ചെയ്താൽ മതി? എത്ര സ്ഥാനം കഴിഞ്ഞാണോ ഡെസിമൽ കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്തുനിന്ന് നോക്കുമ്പോൾ എത്ര സ്ഥാനത്തിന് മുമ്പിലാണോ ഡെസിമൽ കിടക്കുന്നത് അത്രയും പൂജ്യമുള്ള ഒരു 10ൻ്റെ പവർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ 2.25 ഇതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നോക്കിയേ ഇവിടെ ഒരു പൂജ്യമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് നമ്പർ എന്ത് ചെയ്യും? ഈ ഡെസിമൽ ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് മാറും. അപ്പം 22.5 എന്നാവും. ഇതിൻ്റെ ഡെസിമൽ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിയേ 2.25 ഡെസിമൽ കഴിഞ്ഞിട്ട് 2ഉം 5ഉം 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ. അപ്പം 100 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെസിമൽ കളയാം. മനസ്സിലായോ? നമ്മൾ ഡെസിമൽ എന്ന നമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഡെസിമൽ നമ്പേഴ്സിൻ്റെ LCM ആണ് കാണാൻ തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം എത്ര ഡിജിറ്റ് ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും. എല്ലായിടത്തും സെയിം ഡിജിറ്റ് ആണെങ്കിൽ എത്ര ആണോ ഡിജിറ്റ് ഉള്ളത് അത്രയും 10ൻ്റെ പവർ വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യും. ഇവിടെ ഒരു ഡിജിറ്റേ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. എല്ലാവരുടെയും ഡെസിമൽ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും ഡെസിമൽ മാറി നമുക്ക് കിട്ടിയ നമ്പർ 15, 25, 45. ഇനി എന്ത് ചെയ്യുക? സാധാരണ രീതിയിൽ നമ്മൾ LCM കാണുന്ന പോലെ LCM കാണുക. 5 കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3 കിട്ടും. ഇവിടെ 5 കിട്ടും. ദെൻ 9 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 3യെയും 5നെയും 9നെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഈ ഡെസിമൽ നമ്പേഴ്സിൻ്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. HCF എത്രയാ? 5. നോക്കിയേ, നമ്മൾ ക്വസ്റ്റ്യനകത്ത് 10 കൊണ്ട് ഇൻറ്റു ചെയ്ത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഈ ആൻസറിനെ 10 കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യനകത്ത് ഈ ഡെസിമൽ മാറാൻ വേണ്ടി 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന HCF ആയാലും LCM ആയാലും എന്തായിരിക്കും? അത് ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെ 5 അല്ലേ നമുക്ക് കിട്ടിയേ. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡെസിമൽ ആക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഓക്കെ, ഇവിടെ ഒരു സ്ഥാനം ഒരു 0 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1ൻ്റെ സ്ഥാനത്തു നിന്ന് ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ കൊടുക്കും. എന്ന് വെച്ചാൽ 0.5 എന്ന് കൊടുക്കും. മനസ്സിലായോ? നമ്മൾ ഡെസിമൽ ഫ്രാക്ഷനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ LCM നോക്കിയേ. വീണ്ടും നമ്മൾ ചെയ്യുന്നു താഴോട്ട്. 3 കൊണ്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ 5 താത്തിറക്കി. 9നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? 1നെയും 5നെയും 3യെയും കോമൺ ആയിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇവിടം വരെ ചെയ്താൽ മതിയാവും അല്ലേ. 1നെയും ചെയ്യാൻ പറ്റില്ല, 5നെയും 3യെയും കോമൺ ആയിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 2 നമ്പേഴ്സിനെയും ചെയ്യാൻ പറ്റത്തില്ല, 3നെയും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? അവിടുത്തെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 5 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 3. ആൻസർ എത്ര കിട്ടും? 225 എന്ന് കിട്ടി. 225. മുമ്പേ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് ക്വസ്റ്റ്യനകത്ത് എല്ലാവരെയും നമ്മൾ ഡെസിമൽ മാറ്റാൻ വേണ്ടി 10 കൊണ്ട് ഇൻറ്റു ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിനകത്തിലും ഡെസിമൽ വരാൻ വേണ്ടി എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 22.5 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എത്ര കിട്ടും? 22.5. ആൻസർ കിട്ടും 22.5. മനസ്സിലായോ? നമുക്ക് കിട്ടിയ LCM 225. നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് അല്ലേ കാണേണ്ടത്. അപ്പം ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ സാധാരണ നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് LCM കണ്ടത്. സാധാരണ നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്ത് എത്ര വെച്ചാൽ 10 കൊണ്ട് ഇൻറ്റു ചെയ്ത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 22.5 എന്ന ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 4.5, 0.9, 1.8. നമ്മൾ പറഞ്ഞതനുസരിച്ച് ആദ്യം ഈ ഡെസിമൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം? സാധാരണ നമ്പറിലേക്ക് കൺവെർട്ട് ചെയ്യണം. ഇവിടെ നോക്കിയാൽ എല്ലാവരുടെയും ഡെസിമൽ കഴിഞ്ഞ് ഓരോരോ സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ നമ്പറിനെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം.
എല്ലാ നമ്പറിനെയും 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45 എന്ന് കിട്ടും. 0.9 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വെറും 9 എന്ന് കിട്ടും. 1.8 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 18. ഓക്കെ ആണോ? ഇനി ഈ നമ്പേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. 45, 9, 18. ഈ 3 നമ്പേഴ്സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏത് നമ്പറുണ്ട്? 3 ഉണ്ട് അല്ലേ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 15 എന്ന് കിട്ടും. ദെൻ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. 3 ഡിവൈഡ് ബൈ 3 1 കിട്ടും. 6 ഡിവൈഡ് ബൈ 3 2 കിട്ടും അല്ലേ? ഇനി 5നെയും 1നെയും 2നെയും ഏതെങ്കിലും കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമുക്ക് പറയാം ഇതാണ് ഇതിനകത്തിലെ HCF. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3. 3 × 3 എന്ത് കിട്ടി നമുക്ക്? 9 കിട്ടി. 9 ആണോ ആൻസർ എഴുതേണ്ടത്? അല്ല. ഇവിടെ 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ ആൻസറിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ കിട്ടും 0.9. ഇതാണ് ഇവിടുത്തെ HCF. ഇനി LCM കാണുവാണെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ട് നോക്കണം. 3 × 3 ചെയ്തപ്പോൾ അല്ലെങ്കിൽ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ അവസാനം നമുക്ക് കിട്ടിയത് 5, 1, 2. ഈ 3 നമ്പറിനെയും ഏതെങ്കിലും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഏതെങ്കിലും 2 നമ്പറിനെ ചെയ്യാൻ കഴിയുമോ? അതും ചെയ്യാൻ കഴിയില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇതിനെല്ലാം തമ്മിൽ ഗുണിക്കുക. 3 × 3 × 5 × 2. ആൻസർ കിട്ടും 19 എന്ന് കിട്ടും. 90 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ LCM നമുക്ക് കിട്ടി 90. നമ്മൾ എന്ത് ചെയ്യണം? ആൻസറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആൻസർ കിട്ടും 9. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. HCF എന്ന് പറയുന്നത് എത്രയാണ്? 0.9 ആണ്. ഓക്കെ ആണല്ലോ? എന്താണ്? ഡെസിമൽ നമ്പറാണ് നമുക്ക് തരുന്നതെങ്കിൽ LCM കാണാൻ അല്ലെങ്കിൽ HCF കാണാൻ തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം സാധാരണ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്? ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. അത്രയും ഡിജിറ്റ് വെച്ച് എന്ത് ചെയ്യുക? അത്രയും ഡിജിറ്റ് അല്ലെങ്കിൽ അത്രയും 0 ഉള്ള 10ൻ്റെ പവർ വെച്ച് ഇൻറ്റു ചെയ്ത് അതിൻ്റെ ഡെസിമൽ കളയുക. അതിനുശേഷം HCFും LCMും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന പോലെ കണ്ടിട്ട് എത്ര കൊണ്ടാണോ നമ്മൾ ഇൻറ്റു ചെയ്തത് അതേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. അടുത്ത നോക്കാം. അടുത്ത മോഡൽ 3. ഇവിടെ നോക്കിയേ. ഇവിടെ എങ്ങനെയുള്ള നമ്പേഴ്സാണ് തന്നേക്കുന്നതെന്ന് നോക്കിയേ. പവേഴ്സ് വരുന്ന നമ്പേഴ്സാണ് അല്ലേ? പവേഴ്സ് വരുന്ന കൃതികൾ വരുന്ന നമ്പേഴ്സാണ് അല്ലേ? ഇത് നോക്കിയേ. 2² 3², 5⁴, 2⁴, 3⁴, 5⁴, 2⁴, 3⁴, 5⁴, അല്ലേ? ഓക്കെ. പവേഴ്സാണ്. ഇതെങ്ങനെയാണ്? ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു കണക്കൊന്ന് നോക്കാം. ഞാൻ താണ്ട 2 നമ്പേഴ്സ് ഇടുവാണ്. 18, 24. 18ൻ്റെയും 24ൻ്റെയും ലസാഗു ഒന്ന് കണ്ടു നോക്കിയേ. ലസാഗു എന്ന് പറയുന്നത് നോക്കിയേ. ഞാൻ 18നെ ഫ്രാക്ഷൻ ആക്കുന്നു. 18ൻ്റെയും 24ൻ്റെയും ഫാക്ടറൈസേഷൻ ചെയ്യുന്നു 2 കൊണ്ട്. ദെൻ 9 കിട്ടും. ദെൻ ഇവിടെ 12 കിട്ടും. പിന്നീട് നമ്മൾ 3 കൊണ്ട് ചെയ്യുന്നു. ആൻസർ 3 കിട്ടും. ഇവിടെ 4 കിട്ടും അല്ലേ? ഇനി രണ്ടിനെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ എഴുതാം. LCM എന്ന് പറയുന്നത് 2 × 3 × 3 × 4 ആണ്. ഓക്കെ. ഇനി ഞാൻ 18നെ മാത്രമായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നു. 18നെ മാത്രമായിട്ട് ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 9 എന്ന് കിട്ടുന്നു. ദെൻ 9നെ 3 കൊണ്ട് ചെയ്യുന്നു. ആൻസർ 3 എന്ന് കിട്ടി. അപ്പം 18നെ ഞാൻ ചെയ്യുമ്പോൾ 18നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 2 × 3 × 3 ആണ്. ഓക്കെ. ഇനി തൊട്ടടുത്ത നമ്പറായ 24നെ ഞാൻ ചെയ്യുന്നു. 24നെ ചെയ്യുമ്പോൾ 2 ചെയ്തു. ദെൻ 12 എന്ന് കിട്ടി. വീണ്ടും 2 വെച്ച് ചെയ്യുന്നു. എനിക്ക് 6 കിട്ടി. 3 വെച്ച് ചെയ്യുന്നു. എനിക്ക് 2 കിട്ടി. ഓക്കെ. ഇനി താഴോട്ട് ചെയ്യേണ്ട. അത്രയും ചെയ്താൽ മതി. അപ്പോൾ 24 ചെയ്തപ്പോൾ എനിക്ക് 2 × 3 × 2 എന്ന് കിട്ടി. ഓക്കെ. ഇത് ഇവിടെ നോക്കിയേ. 2 നമ്പേഴ്സ് ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പറാണ് 233.
ഇവിടെ 24 ചെയ്തപ്പോൾ 2 × 2 × 3 × 2 എന്നും കിട്ടി. പക്ഷെ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും ലെസ്സാകു കണ്ടപ്പോൾ ഈ ഫാക്ടറാണ് കിട്ടിയത്. കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇതിനെ നോക്കിയേ, ഇതിൻ്റെ LCM എങ്ങനെ ആയിരിക്കും എഴുതിയേക്കുന്നത്? ഈ രണ്ടിൽ നിന്നും അല്ലേ, ആദ്യമേ രണ്ട് പേരെയും നോക്കിയേ, 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു അല്ലേ. രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 എന്ന് പറയുന്ന നമ്പേഴ്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇവിടെയും 2 നമ്പേഴ്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 2ന് പകരം ഈ 2 പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു 2 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്തു. ആ 2ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2ന് പകരം ഞാൻ എന്ത് ചെയ്തു? ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 3ക്ക് പകരം ഞാൻ ഇവിടെ ഒരു 3 കൊണ്ട് രണ്ടുപേരെയും ഡിവൈഡ് ചെയ്തു. അതാണ് ഈ 2 3ക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ബാക്കി ആരൊക്കെ അവശേഷിച്ചു? ഇവിടെ ഒരു 3 ഉണ്ട്, ആ 3 ആണ് ഈ കിടക്കുന്നത്. ഇവിടെ അവശേഷിച്ച 2 × 2 4, ആ 4 ആണ് ഈ കിടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓരോരോ നമ്പറിനെ ഫാക്ടറൈസേഷൻ ചെയ്താലും 2 നമ്പേഴ്സിനെ ഒന്നിച്ച് ഫാക്ടറൈസേഷൻ ചെയ്താലും അവിടെ വരുന്ന LCM എന്ന് പറയുന്നത് എന്താ? തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും LCM എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ 18നെയും 24നെയും LCM ആക്കിയത് മനസ്സിലായോ? എന്ത് ചെയ്യുക? 2 നമ്പേഴ്സിൻ്റെയും 18ൻ്റെ ഫാക്ടർ ഞാൻ എടുത്തെഴുതുന്നു. 2 × 3 × 3. ഓക്കെ, 24ൻ്റെ ഞാൻ എടുത്തെഴുതുന്നു. 24ൻ്റെ ഫാക്ടർ ഞാൻ എടുത്തെഴുതുന്നു 2 × 2 × 3 × 2. ഇതിൻ്റെ LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഈ 2 നമ്പേഴ്സ് ഒരേപോലെ വരുന്ന 2 നമ്പേഴ്സിൽ നിന്നും ഒരാളെ എടുക്കണം. ഓക്കെ, ഇവിടെ 3, ഇവിടെ 3. ഈ 2 3യിൽ നിന്നും ഞാൻ ഒരു 3 എടുത്തു. ഇനി പെയറായിട്ട് ഇങ്ങനെ പെയറായിട്ട് വരാത്ത നമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈ പെയറിൽ നിന്നും എന്ത് ചെയ്യണം? ഒരു നമ്പർ എടുക്കണം. ഓക്കെ, ഇവിടെ 2 2ൻ്റെ ഒരു പെയർ എടുക്കുക, ആ പെയറിൽ നിന്നും ഒരു 2 എടുക്കുക. 3യുടെ ഒരു പെയർ കിട്ടി, ആ പെയറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? 3 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ഇനി പെയർ ഇല്ലാത്ത നമ്പേഴ്സ് ഉണ്ടല്ലോ, പെയേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് ഇവിടെ ഏതൊക്കെയുണ്ട്? ഇവിടെ ഒരു 3 കിടപ്പുണ്ട്, ആ 3യെ ഞാൻ എടുത്തു. ഇവിടെ 2 × 2 എന്ന് വെച്ചാൽ 2 2 കിടപ്പുണ്ട്, ആ 2നെയും ഞാൻ എടുത്തു. മനസ്സിലായോ? അപ്പം പെയേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്തു? ഘടകങ്ങളായിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഉപയോഗിച്ചു. ഇതാണ് LCM എന്ന് പറയുന്നത്. അപ്പം പെയേഴ്സ് വരുന്ന എല്ലാ നമ്പേഴ്സും, പെയേഴ്സ് ആയിക്കോട്ടെ പെയർ ഇല്ലാത്ത നമ്പേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതാണ് LCM. നേരെ മറിച്ച് HCF ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഈ പെയറുള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ടോ അത് മാത്രം കൺസിഡർ ചെയ്യും. ഇവിടെ ഒരു 2 ഉണ്ട് പെയറുള്ളത്, അതുകൊണ്ട് ഒരു 2 എടുത്തു. 3 ഒരെണ്ണം ഉണ്ട് പെയറുള്ളത്, അതുകൊണ്ട് ഒരു 3 എടുത്തു. അപ്പോൾ ഇവിടുത്തെ കോമൺ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്പേഴ്സ് എന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. മനസ്സിലായോ? വേറൊരു നമ്പറും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 45 and 60. 45 60 എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞതനുസരിച്ച് 45നെ ഫാക്ടറൈസേഷൻ ചെയ്യുക. 45നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45നെ ചെയ്യുമ്പോൾ 5 കൊണ്ട് 9, ദെൻ 3 കൊണ്ട് 3 × 3 അല്ലേ. അപ്പോൾ 45ൻ്റെ ഫാക്ടർ ഏതൊക്കെ വരും? 5 × 3 × 3. ഓക്കെ, ഇനി 60നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നോക്കിയേ, ആദ്യം 2 കൊണ്ട് ചെയ്തു, 2 കൊണ്ട് ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. ദെൻ വീണ്ടും 2 കൊണ്ട് ചെയ്യുന്നു, 15 എന്ന് കിട്ടും. ദെൻ 3 കൊണ്ട് ചെയ്യുന്നു, 5 എന്ന് കിട്ടും. അപ്പം 60നെ നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 × 2 × 3 × 5. അപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം LCM കാണുകയാണെങ്കിൽ നോക്കിക്കോ, LCM കാണുകയാണെങ്കിൽ ഇവിടെ പെയേഴ്സ് ഉള്ള നമ്പേഴ്സ് ആദ്യം എടുക്കുക. ഏതൊക്കെ പെയറുണ്ട് ഇവിടെ? 5. നോക്കിയേ, 2 എടുത്തു നിന്ന് നമ്പേഴ്സിനെ എടുത്തിട്ട് നമുക്കൊരു പെയറാക്കാം. അപ്പോൾ 5. ദെൻ വേറെ ഏത് നമ്പറുണ്ട്? 3 3. ഓക്കെ, 3 3 അല്ലേ, അതിൽ നിന്നും ഒരു 3 എടുത്തു. ഇനി പെയർ ഇല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? വീണ്ടും ഒരു 3 ഉണ്ട്, അതിനെയും നമ്മളെടുക്കും. വീണ്ടും ഒരു 2 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട് അല്ലേ. ഈ 2നും അപ്പുറത്ത് പെയറില്ല,
ഈ 2നും ഇവിടെ പെയറില്ല. അപ്പോൾ ഇതാണ് LCM. അപ്പോൾ LCM എന്ന് വെച്ചാൽ പെയർസ് ഉള്ള നമ്പേഴ്സിനെയും പെയർസ് ഇല്ലാത്ത നമ്പേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യും. നേരെ മറിച്ച് HCF ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ പെയർസ് ഉള്ള നമ്പേഴ്സ് മാത്രം എടുക്കും. ഇവിടെ നോക്കി 5ന് മാത്രം പെയർസ് ഉണ്ട്, 5നെ എടുക്കും. ദെൻ 3ക്ക് പെയർ ഉള്ളതുകൊണ്ട് 3യെയും എടുക്കും. ഇതാണ് HCF എന്ന് പറയുന്നത്. അപ്പോൾ LCM എന്ന് വെച്ചാൽ പെയർസ് ഇല്ലാത്ത നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്യും. HCF എന്ന് വെച്ചാൽ പെയർ ഉള്ള നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. എത്ര പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എത്ര? 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5⁴. അപ്പം 2 സ്ക്വയർ ആ 2 സ്ക്വയറിനെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. 2 സ്ക്വയറിന് ഞാൻ 2 ഇൻറ്റു 2നെയാണല്ലോ നമ്മൾ 2 സ്ക്വയർ എന്ന് വിളിക്കുന്നത്. ദെൻ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 3. ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി പറയും, ദെൻ അതിന് ശേഷം നമ്മൾ എളുപ്പവഴി പറയാം. ഓക്കെ, അപ്പം 3 സ്ക്വയറിന് ഞാൻ 3 ഇൻറ്റു 3 എന്ന് എഴുതി. 5⁴ ഞാൻ 5 ഇൻറ്റു 5 5⁴ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 5നെ 4 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു എന്ന അർത്ഥം അല്ലേ. ഇനി അടുത്ത നോക്കിയേ, 2 ക്യൂബിനെ ഞാൻ എന്ത് ചെയ്യും? 2 ക്യൂബ് എന്ന് വെച്ചാൽ 2നെ 3 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. ഇൻറ്റു 3⁴ എന്ന് വെച്ചാൽ 3യെ 4 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. 5 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 5നെ 2 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. അടുത്ത നോക്കിയേ, 2⁴ 2നെ 4 തവണ എഴുതി ഗുണിച്ചിരിക്കുന്നു. ദെൻ 3 സ്ക്വയർ 3 ഇൻറ്റു 3. ദെൻ 5 ക്യൂബ് 5 ഇൻറ്റു 5. അപ്പോൾ നമ്മൾ ഇത്രയും എടുത്ത് എഴുതി അല്ലേ. 3 ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്ന 3 ക്വസ്റ്റ്യനെ നമ്മൾ 3 രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ 3 രീതിയിൽ എഴുതി അല്ലേ. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5⁴ എന്നുള്ളതിനെ നമ്മൾ 2 സ്ക്വയറിന് പകരം 2നെ 2 തവണ എഴുതി ഗുണിച്ചു. 3 സ്ക്വയറിന് പകരം 3യെ 2 തവണ എഴുതി ഗുണിച്ചു. 5⁴ പകരം 5നെ 4 തവണ എഴുതി ഗുണിച്ചു. അതാണല്ലോ അതിൻ്റെ അർത്ഥം. 5⁴ എന്ന് വെച്ചാൽ 5നെ 4 തവണ എഴുതി ഗുണിക്കുന്നു. ഇനി രണ്ടാമത്തെ നമ്പറായ 2 ക്യൂബ് 3⁴ ഇൻറ്റു 5ൻ്റെ സ്ക്വയർ, അതിനെ നമ്മളെങ്ങനെ എഴുതി? 2 ക്യൂബ് 2നെ 3 തവണ എഴുതി ഗുണിച്ചു. ഇൻറ്റു 3⁴ 3യെ 4 തവണ എഴുതി ഗുണിച്ചു. ഇൻറ്റു 5 സ്ക്വയർ 5നെ 2 തവണ എഴുതി ഗുണിച്ചു. അടുത്ത സംഖ്യയായ 2⁴ ഇൻറ്റു 3 സ്ക്വയർ 2⁴ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 ക്യൂബ്, അതിനെ നമ്മൾ എങ്ങനെ എഴുതി? 2നെ 4 തവണ എഴുതി ഗുണിച്ചു. 3യെ 2 തവണ എഴുതി ഗുണിച്ചു. 5നെ 3 തവണ എഴുതി ഗുണിച്ചു അല്ലേ. അപ്പം മേളിൽ തന്ന 3 നമ്പേഴ്സിനെ നമ്മൾ 3 രീതിയിൽ എഴുതിയെടുത്തു. ഇനി എന്താ നമ്മൾ കഴിഞ്ഞ കണക്കിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്? പെയേഴ്സ് ഉള്ള നമ്പറിനെയും പെയേഴ്സ് ഇല്ലാത്ത നമ്പറിനെയും നമ്മൾ ഒരുപോലെ കണക്കാക്കും. അതാണ് LCM. പെയർ ഉള്ള നമ്പർ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു നമ്പർ എടുക്കും. പെയർ ഇല്ലാത്ത നമ്പേഴ്സിനെയും നമ്മൾ പരിഗണിച്ച് എഴുതുന്നതിനെയാണ് LCM എന്ന് പറയുന്നത്. HCF ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പെയേഴ്സ് ഉള്ള നമ്പർ മാത്രം എടുക്കും. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് നോക്കിയേ പെയേഴ്സ് ഉള്ള നമ്പേഴ്സ് ആദ്യം എടുക്കാം. പെയേഴ്സ് ഉള്ള നമ്പേഴ്സിനെ ആദ്യം കൺസിഡർ ചെയ്യാം. ഇത് 3 നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2നെ എടുക്കാം. ഇൻറ്റു ഇവിടെ നോക്കിയേ 3 സംഖ്യയിലും ആരുണ്ട്? ഇത് അടുത്ത 2 ഉണ്ട്, അതിന് പകരം ഒരു 2 എടുത്തു. ഇനി നോക്കിയേ 2 നമ്പേഴ്സിനകത്തിൽ 2 ഉണ്ട്, അവർക്ക് 2നും പകരമായിട്ട് നമ്മൾ ഒരു 2നെ എടുത്തു. ഇനി നോക്കി ഇവിടെ ബാലൻസ് വരുന്ന ഒരു 2 ഉണ്ട്, അതിനെയും നമ്മളെടുത്തു. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 2 നമുക്ക് കിട്ടിയ അല്ലേ. ദെൻ അടുത്ത 3യുടെ പ്ലേസ് നോക്കിയേ, എത്ര 3 ഉണ്ട്? ഇതിനകത്ത് 3നും ഉള്ള ഒരു 3 ഉണ്ട്, അതിന് പകരമായി നമ്മളൊരു 3 എടുത്തു. അടുത്ത പെയർ നോക്കിയേ, രണ്ടാമത്തെ പെയറും ഉണ്ട്, അതിന് പകരമായി നമ്മളൊരു 3 എടുത്തു. ഇനി പെയേഴ്സ് ഒന്നുമില്ല, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, അതിന് രണ്ടിനും പെയറില്ല. ദെൻ അതിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ അടുത്ത 5നെ നോക്കിയേ, ഇവിടെ ഇത്രയും ഒരു 5 ഉണ്ട് അല്ലേ, ഇത്രയും പെയറായിട്ടൊരു 5 ഉണ്ട്, ആ 5നെ നമ്മൾ എടുത്തു. ദെൻ അടുത്ത പെയർ നോക്കിയേ, അടുത്ത പെയർ 5 എടുത്തു, അതിനെയും നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നോക്കിയേ, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ, ആ 2 5ന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരു 5 എടുത്തു. ഇനി ഇവിടെ അവശേഷിക്കുന്ന ഒരു 5ഉം കൂടെ ഉണ്ട്, ദെൻ അതിനെയും നമ്മൾ കൺസിഡർ ചെയ്തു.
അപ്പോൾ LCM എന്ന് പറഞ്ഞാൽ പെയർസ് ഉള്ള നമ്പേഴ്സിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്ത് ഒരു നമ്പർ എടുക്കും, പെയർ ഇല്ലാത്ത നമ്പേഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്പേഴ്സ് എടുക്കും. അപ്പോൾ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് LCM എന്ന് പറയുന്നത്. നോക്കി ഇവിടുത്തെ ആൻസർ എന്തോ കിട്ടിയേ, 2⁴ ഇൻറ്റു 3⁴ ഇൻറ്റു 5⁴. മനസ്സിലായോ? ഓക്കെ ആണോ LCM കണ്ടുപിടിക്കുന്നത്? ഇനി ഇവിടുത്തെ HCF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നമ്മൾ പെയേഴ്സ് ഉള്ള നമ്പേഴ്സ് മാത്രം എടുക്കും അല്ലേ. ഇവിടെ 2-ന് ഒരു പെയറുണ്ട്, സോ ഒരു 2 എടുക്കും. അടുത്ത ഇവിടെ 2-ന് ഒരു പെയറുണ്ട്, ആ ഒരു 2 എടുക്കും. ഇനി നോക്കിയേ 3-ലും കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇനി ഇവിടെ ഈ രണ്ടിടത്ത് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. 3 ഇടത്തും കൂടെ ഉള്ള നമ്പേഴ്സ് 2 എണ്ണം ഇതേ ഉള്ളൂ. ദെൻ 3യുടെ കേസ് എടുത്താലും 3-ലും എത്ര പേരേ ഉള്ളൂ, 2 3 ഉണ്ട് അല്ലേ, 3 × 3. 5ൻ്റെ കേസ് എടുത്താലും 5-ലും എത്ര, 2 5 ഉണ്ട്. ദെൻ ഇതിൻ്റെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്, 2² × 3² × 5². ഇതാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. സാധാരണ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എളുപ്പ വഴിയെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് ഇവിടുത്തെ കിട്ടിയ ആൻസർ നോക്കിയേ, 2⁴, 3⁴, 5⁴. HCF കിട്ടിയ ആൻസർ നോക്കിയേ, 2² × 3² × 5². ഓക്കെ, ഇനി എളുപ്പ വഴി നോക്കിക്കോ. ഇനി എളുപ്പ വഴി എന്ന് പറയുന്നത് LCM ആണ് നമ്മുടെ അടുത്ത് കാണാൻ ചോദിക്കുന്നതെങ്കിൽ, ഇതേ നോക്കുക, ഇവിടുത്തെ ബേസ്, ഇതിനെ ബേസ് എന്നും ഇതിനെ പവേഴ്സ് എന്നും വിളിക്കുന്നത് അല്ലേ. ഇത് A⁵B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയെ ബേസ് എന്നും അല്ലെങ്കിൽ ആധാരമെന്നും ബിയെ പവർ അല്ലെങ്കിൽ കൃതി എന്നുമാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം ഇവിടെ ഉള്ള ബേസിലുള്ള നമ്പേഴ്സ് എല്ലാം എടുക്കണം. ഇവിടെ നോക്കിയേ, ബേസിൽ ആരൊക്കെയാണ് ഉള്ളത്, 2 3 5. ഇവിടെയും 2 3 5 അല്ലേ. എല്ലായിടവും ബേസ് 2 × 3 × 5 ആണ്. അപ്പം ബേസിലുള്ള നമ്പേഴ്സ് എല്ലാം എടുത്തു. ഇനി നോക്കണം, പവേഴ്സ് നോക്കണം. ഇവിടെ 2-ന് എത്ര പവർ ഉണ്ട്, ഇവിടെ 2-ന് 2 പവർ ഉണ്ട് അല്ലേ. ഇവിടെ 2-ന് 2 പവർ ഉണ്ട്. ഇവിടെ 2-ന് 3 പവർ ഉണ്ട്. ഇവിടെ 2-ന് 4 പവർ ഉണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും വലിയ പവർ എടുക്കണം. മനസ്സിലായോ? ആദ്യം ബേസ് എല്ലാം നിരത്തി എഴുതുക, അതിനുശേഷം പവറിനകത്തിലെ ഏറ്റവും വലിയ പവർ എടുക്കുക. നോക്കിയേ, 2-ന് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പവറായ 4 എടുത്തു. ഇനി അടുത്ത് നോക്കിയേ, 3യുടെയും അതേപോലെ തന്നെ ഏറ്റവും വലിയ പവർ എടുക്കണം. ഇവിടെ 3ക്ക് 2 പവർ, ഇവിടെ 4 പവർ, ഇവിടെയും 2 പവർ. ഏറ്റവും വലിയ പവർ ആരാ, 4. അപ്പം നമ്മളത് 4 എടുത്തു. 5ൻ്റെ കേസിലും ഏറ്റവും വലിയ പവർ എടുക്കണം. നോക്കി, ഏറ്റവും വലിയ പവർ എവിടെ, 5⁴. മനസ്സിലായോ? അപ്പോൾ LCM കാണാനുള്ള കൃതികൾ അല്ലെങ്കിൽ പവേഴ്സ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ LCM കാണാനുള്ള വഴി എന്താണ്, ദെൻ ബേസ് എഴുതുക, ദെൻ ഏറ്റവും വലിയ പവർ ഏതാണോ ആ പവർ കൊടുക്കുക. ഇനി HCF ആണ് നമ്മുടെ അടുത്ത് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, HCF ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എല്ലാത്തിലും ഉള്ള കോമൺ ആയിട്ട് വരുന്ന എല്ലാ ബേസും എഴുതുക. കോമൺ ആയിട്ട് ഇവിടെ എല്ലായിടത്തും 2ഉം 3ഉം 5ഉം ഉണ്ട് അല്ലേ. എല്ലായിടവും ബേസ് ആയിട്ട് കോമൺ ആയിട്ടുള്ള ബേസാണ് 2 3 5. അത് എഴുതിയിട്ട് ഏറ്റവും ചെറിയ പവർ ഏതാണോ അത് എഴുതണം. ഏറ്റവും ചെറിയ പവർ ഏതാണോ നോക്കി, 2-നകത്തിലെ ഏറ്റവും ചെറിയ പവർ ആർക്കാ, 2² ആണ്, അത് എഴുതണം. ഇനി 3യുടെ കേസിലും ഏറ്റവും ചെറിയ പവർ എഴുതണം, 3². 5ൻ്റെ കേസിലും ഏറ്റവും ചെറിയ പവർ എഴുതണം, 5². ഇതാണ് LCM ആൻഡ് HCF എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ഇതേപോലുള്ള പവേഴ്സ് ഉള്ള നമ്പേഴ്സാണ് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, അഭാജ്യ ഘടകങ്ങളുടെ ലസാഗുവാണ് കാണാൻ തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ ആധാര സംഖ്യകളും എഴുതുക. എന്ന് വെച്ചാൽ എല്ലാ ബേസ് നമ്പറും എഴുതുക. ആ ബേസ് നമ്പറിൽ ഏറ്റവും വലിയ കൃതിയും എഴുതിയാൽ മതി. ആ ബേസ് നമ്പറിന് അതിൻ്റെ ഏറ്റവും വലിയ കൃതി കൊടുത്താൽ മതിയാവും. മനസ്സിലായോ? ഓക്കെ, അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 3² × 2² × 5³ ഇത് ഇത്രയും ഒരു നമ്പറാണ് അല്ലേ. അടുത്ത നമ്പറാണ് 3⁴ × 2³ × 5² എന്ന് പറയുന്നത്. അടുത്ത നമ്പറാണ് 3⁴ × 2⁵ × 5⁴. നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇതിൻ്റെ LCM കാണുക അല്ലെങ്കിൽ ഇതിൻ്റെ HCF കാണുക. ഓക്കെ, 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ പവറും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ് അല്ലേ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ മുമ്പേ പറഞ്ഞ എളുപ്പ വഴി അനുസരിച്ച് LCM ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ബേസും എടുത്തെഴുതണം. ഏതൊക്കെ ബേസ് ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്
അല്ലേ? എല്ലാ ബേസും തന്നിരിക്കുന്ന എല്ലാ ബേസും എടുത്ത് എഴുതുക. ആ ബേസിനകത്തിലെ ഏറ്റവും വലിയ പവർ എവിടാണോ കിടക്കുന്ന ആ പവർ കൊടുക്കണം. നോക്കിയേ, 3യുടെ ഏറ്റവും വലിയ പവർ ഇവിടെ എന്താ? 3⁴. ആ 4 കൊടുക്കുക. 2ൻ്റെ ഏറ്റവും വലിയ പവർ ഇവിടെ എന്തുവാ കൊടുത്തേക്കുന്നത്? 5 ആണല്ലേ? 2⁵. ഇവിടെ 2⁵ ഉള്ളൂ, ഇവിടെ 2² ഉള്ളൂ. ദെൻ ഏറ്റവും വലുത് 2⁵ ആണ്, അത് 5 കൊടുത്തു. അടുത്ത 5ൻ്റെ കേസിലും എന്താ പറയുന്നത്? ഏറ്റവും വലിയ പവർ കൊടുക്കണം. നോക്കിയേ, ക്വസ്റ്റ്യനകത്തിലെ ഏറ്റവും വലിയ പവർ 5⁴ ആണ്. ഇതാണ് LCM. മനസ്സിലായോ? ആധാരസംഖ്യകൾ എടുത്ത് എഴുതുക, എന്നിട്ട് ഏറ്റവും വലിയ പവർ കൊടുക്കുക. മനസ്സിലായോ? ഇനി ഇതിൻ്റെ HCF ആണ് നമുക്ക് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പൊതുവായിട്ടുള്ള ബേസ് എടുത്ത് എഴുതണം. നോക്കിയേ, 3 എല്ലാത്തിലും ഉണ്ടോ? അതെ, എല്ലാത്തിലും ഉണ്ട്. അടുത്ത 2 എല്ലാത്തിലും ഉണ്ടോ നോക്കണം. 2ഉം ഉണ്ട്. 5 എല്ലാത്തിലും ഉണ്ടോ നോക്കുക. 5ഉം ഉണ്ട്. അപ്പം പൊതുവായിട്ടുള്ള ബേസ് എടുത്ത് എഴുതണം. അതിൻ്റെ ഏറ്റവും ചെറിയ കൃതി എടുത്ത് എഴുതണം. ഏറ്റവും ചെറിയ പവർ നോക്കിയേ, 3². നോക്കിയേ, ഇവിടെ 3² ആണ് ഏറ്റവും ചെറിയ പവർ. ഇനി 2ൻ്റെ കേസിൽ ഏറ്റവും ചെറിയ പവർ ഏതാ? 2² ആണ്. 5ൻ്റെ കേസിൽ ഏറ്റവും ചെറിയ പവർ ഏതാ? 5² ആണ്. ഇതാണ് ഇതിൻ്റെ HCF. മനസ്സിലായോ? അപ്പം ഇതേപോലുള്ള നമ്പേഴ്സാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ബേസ് അതേപോലെ ആധാരസംഖ്യ അതേപോലെ എഴുതുക. കൃതികളിൽ ഏറ്റവും വലുത് എടുത്ത് എഴുതുന്നത് LCMഉം കൃതികളിൽ ഏറ്റവും ചെറുത് എടുത്ത് എഴുതുന്നത് HCFഉം ആയിരിക്കും. അതുപോലെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ബേസ് ആയിരിക്കും ഇതിലെടുക്കുന്നത്, HCFിൽ എടുക്കുന്നത്. LCMിലാണെങ്കിൽ തന്നിരിക്കുന്ന എല്ലാ ബേസിനെയും നമ്മൾ എന്ത് ചെയ്യും? LCMിൽ ഉൾപ്പെടുത്തും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, 2³ ഇൻറ്റു 3² ഇൻറ്റു 5⁴. ഇത് ഇത്രയും ഒരു നമ്പറാണ്. 2⁵ ഇൻറ്റു 3³ ഇൻറ്റു 5³ അതൊരു നമ്പറാണ്. 2³ ഇൻറ്റു 3⁴ ഇൻറ്റു 5² ഇൻറ്റു 7³ ഇതും ഒരു നമ്പറാണ്. ഓക്കെ, ഈ 3 നമ്പറിൻ്റെയും LCM കാണുക. അപ്പോൾ LCM കാണുന്ന എളുപ്പവഴി എന്തുവാ? LCM കാണാൻ നേരത്ത് തന്നിരിക്കുന്ന എല്ലാ ആധാരസംഖ്യകളും എടുത്തെഴുതുക. നോക്കി, ഇവിടെ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. രണ്ടാമത്തെ നമ്പറിനകത്തിലും 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, മൂന്നാമത്തെ നമ്പറിൽ നോക്കിയേ, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, ഒരു 7ഉം കൂടെ ഉണ്ട്. സോ ആ 7നെയും നമ്മൾ എടുത്തെഴുതും LCMനകത്തിൽ. മനസ്സിലായോ? തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെല്ലാം ഉള്ള എല്ലാ ബേസിനെയും നമ്മൾ എടുത്തെഴുതും LCMിൽ. തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ എല്ലാ ബേസിനെയും ഉൾപ്പെടുത്തുന്നത് എവിടെ? LCMനകത്ത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? തന്നിരിക്കുന്ന നമ്പേഴ്സിനകത്തിലെ ആധാര നമ്പേഴ്സിനകത്തിലെ ഏറ്റവും വലിയ പവേഴ്സ് എഴുതണം. ഏറ്റവും വലിയ പവർ ഏതാ? 2ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാ? 2⁵. അതെഴുതി. 3യുടെ ഏറ്റവും വലിയ പവർ ഏതാ നോക്കിയേ? 3⁴. അതെഴുതി. 5ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാ നോക്കിയേ? 5⁴. അതെഴുതി. 7ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാ? 7³ ഇതാണ് LCM എന്ന് പറയുന്നത്. ഓക്കെ, ഇനി HCF ആണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ എന്താ എഴുതേണ്ടത്? 3ലുമുള്ള പൊതുവായിട്ടുള്ള ബേസ് മാത്രമേ എഴുതാറുള്ളൂ. 3ലുമുള്ള ബേസ് ഏതാ? 2 3ലുമുണ്ട്, 3 3 നമ്പറിലുമുണ്ട്, 5 3 നമ്പറിലുമുണ്ട്. 7 എഴുതുവോ? ഇല്ല. 7 എന്ന് പറയുന്നത് അവസാനത്തെ നമ്പറിൽ മാത്രമേ ഉള്ളൂ. അപ്പം പൊതുവായിട്ടുള്ള 3 ബേസ് ഉണ്ട്, പൊതുവായിട്ടുള്ള 3 ബേസും എഴുതി. ദെൻ അതിൻ്റെ പവറായിട്ട് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. ഇവിടുത്തെ 2ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? 3 ആണ്. 3യുടെ ഏറ്റവും ചെറിയ പവർ ഏതാ? സ്ക്വയർ ആണ് അല്ലേ? 3⁵2 ആണ്. 5ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? ദേ നോക്കിയേ, 5² ആണ്. ഇതാണ് ഇവിടുത്തെ HCF. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് പോവാം. ദേ അടുത്ത മോഡൽ നോക്കാം. 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ നമുക്ക് പറയാം. 15, 30, 45 എന്നീ നമ്പറിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്? അല്ലേ? 3ൻ്റെയും കൂടെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്? കാരണം ഈ 3 എണ്ണത്തിൻ്റെയും മൾട്ടിപ്പിളിനകത്തിൽ പൊതു ഗുണിതത്തിൽ വരുന്ന നമ്പേഴ്സിനെ ആയിരിക്കുമല്ലോ നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ഈ 15, 30, 45 എന്നതിൻ്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ് എന്ന് വച്ചു കഴിഞ്ഞാൽ 15, 30, 45ൻ്റെ LCM എന്താണ്? മനസ്സിലായോ? ഇതാണ് നമ്മൾ പറയുന്നത്. ആദ്യം ബേസ് പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതെന്ന്.
ദെൻ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ 15ൻ്റെയും 30ൻ്റെയും 45ൻ്റെയും പൊതു ഗുണിതമായിരിക്കണം ഏത് ആ നമ്പർ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ അത് ഗുണിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ലസാഗു കാണാനാണ് അല്ലേ? 15, 30, 45 എന്നീ സംഖ്യയുടെ ലസാഗു ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, അപ്പോൾ 5 കൊണ്ട് നമ്മൾ ചെയ്യും എത്ര? 3, 6, 9. ഇനി 3 നമ്പറിനെ പൊതുവായിട്ട് ഗുണിക്കാൻ പറ്റുന്ന ഏത് നമ്പർ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പർ ഉണ്ട്? 3 ഉണ്ട് അല്ലേ? 3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 6നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, 9നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി 1, 2, 3 ഇത് മൂന്നിനെയും പൊതുവായിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഇതിൽ ഏതെങ്കിലും 2 നമ്പർ കൊണ്ട് പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? അതും കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ വെച്ച് നിർത്തിയിട്ട് LCM = 5 × 3 × 1 × 2 × 3. ഓക്കെ, അപ്പോൾ ആൻസർ ചെയ്തോ? 5 × 3 15, 50 × 2 30, 30 × 3 90. ആൻസർ നമുക്ക് കിട്ടും 90. അപ്പം 90 എന്ന ഉള്ള നമ്പറാണ് 15നെയും 30നെയും 45നെയും കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം 15ൻ്റെയും 30ൻ്റെയും 40ൻ്റെയും ഏറ്റവും ലഘുതമ സാധാരണ ഗുണിതമാണ് എന്ത്? 90. അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്ന LCM എന്ന് പറയുന്നതാണ് 90. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ലസാഗു കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5, 15, 25 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? ചെറിയ സംഖ്യ ചോദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ലസാഗു കണ്ടുപിടിക്കുന്നത്. വലിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഉസാഗ അല്ലെങ്കിൽ HCF ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഏറ്റവും ചെറിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും കണ്ടുപിടിക്കുന്നത്? ലസാഗു ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. നിശേഷം ഹരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ 5, 15, 25 എന്നീ നമ്പറുകളുടെ പൊതു ഗുണിതമായിരിക്കും ആ നമ്പർ അല്ലേ? അപ്പോൾ ലഘുതമ സാധാരണ ഗുണിതമായിരിക്കും അത്, അല്ലെങ്കിൽ LCM ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കുക. 5, 15, 25 5 കൊണ്ട് ചെയ്യാം അല്ലേ? 1, 3, 5. ഇനി നോക്കണം, 1നെയും 3യെയും 5നെയും പൊതുവായിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ നമുക്കിവിടെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 × 1 × 3 × 5 അല്ലേ? ആൻസർ കിട്ടും 75. മനസ്സിലായോ? അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തിൽ 3 നമ്പേഴ്സ് തന്നിട്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് LCM. പഠിച്ചു വെച്ചേക്കണം. ഏറ്റവും ചെറിയ നമ്പർ എന്ന് വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8, 24, 48 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം അല്ലേ? നോക്കേ, 8, 24, 48 LCM കണ്ടുപിടിക്കാം. 2 കൊണ്ട് ചെയ്യാൻ പറ്റും. ദെൻ 4 കിട്ടും. 24നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 12 കിട്ടും. 48നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 24 കിട്ടും അല്ലേ? ദെൻ വീണ്ടും ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ചെയ്യുക, 2 കിട്ടും. 6, 24നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. വീണ്ടും 2 ചെയ്യുക, 1 കിട്ടും. ദെൻ ഇവിടെ 3 കിട്ടും. ഇവിടെ 4 കിട്ടും. ഇവിടെ 6 കിട്ടും. ദെൻ വീണ്ടും 3 കൊണ്ട് ചെയ്യാം. 1 കിട്ടും, 1 കിട്ടും, 2 കിട്ടും. ഇത്രയും ചെയ്താൽ മതി അല്ലേ? ഇനി എന്ത് ചെയ്യുക? LCM എന്ന് പറയുന്നത് 2 × 2 × 2 × 3 × 2 ഇതാണ് അല്ലേ? 2 × 2 4, 4 × 2 8, 8 × 3 24, 24 × 2 48. നമുക്ക് ആൻസർ കിട്ടും 48 അല്ലേ? മനസ്സിലായോ? ഓക്കെ, നമ്മൾ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? LCM. പഠിച്ചു വെച്ചേക്കുക, LCM. ഓക്കെ, ഇവിടെ 8, 24, 48 8, 24, 48 ഇതായിരുന്നല്ലോ നമ്മുടെ നമ്പർ. നമ്മൾ ആദ്യം പഠിച്ച മോഡൽ 1 നോക്കിയേ. ഏതാ? 3 നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ വലിയ നമ്പർ കൊണ്ട് ബാക്കി 2 ചെറിയ നമ്പറിനെ നിശേഷം ഹരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ 3 നമ്പേഴ്സിൻ്റെ ലസാഗു എന്ന് പറയുന്നത് അതിലെ വലിയ നമ്പറായിരിക്കും. വലിയ നമ്പറായ 48 ആയിരിക്കും.
അപ്പോൾ അതുവഴി നമുക്ക് ക്വസ്റ്റ്യന് വേഗത്തിൽ ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. അടുത്ത മോഡൽ നോക്കിയേ. 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്നു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ. മനസ്സിലായോ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പൂർണ്ണമായിട്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെന്നായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 3 ശിഷ്ടം വരുന്നു. ഹരിക്കുമ്പോൾ 3 എന്ത് ചെയ്യുന്നു? ശിഷ്ടം വരുന്നു. ഇതൊരു എക്സാമ്പിൾ പറയാം. 24 ഞാൻ 8 കൊണ്ട് ഹരിക്കുകയാണെന്ന് വിചാരിച്ചു. നമുക്കറിയാം 8 × 3 24. ബാലൻസ് ഇവിടെ റിമൈൻഡർ 0 വന്നു. ഇവിടെ റിമൈൻഡർ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? 24 കൂടെ ഞാൻ 1 കൂട്ടണം അല്ലേ? അപ്പോൾ 25 ആവും. അപ്പോൾ 25 ആകുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. മനസ്സിലായോ? ഇവിടെ റിമൈൻഡർ 2 കിട്ടണമെങ്കിൽ ഞാൻ ഈ ഹരിക്കുന്ന നമ്പേഴ്സിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 2 കൂട്ടണം. അപ്പോൾ എനിക്ക് 26 കിട്ടും. ദെൻ 2 കിട്ടും. എനിക്ക് 3 ശിഷ്ടം വരണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ നമ്പറിൻ്റെ കൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 3 ശിഷ്ടം കൂട്ടണം. അപ്പോൾ നമുക്ക് 3 റിമൈൻഡർ കിട്ടും അല്ലേ? എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 8നെയും 12നെയും 24നെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ കണ്ടുപിടിക്കുക. 8നെയും 12നെയും 24നെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന നമ്പർ കണ്ടുപിടിക്കുക. നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? LCM വഴിയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ LCM ആദ്യം കാണുക. 8, 12, 24. നോക്കിയേ, 8, 12, 24 ഈ 3 നമ്പറിനകത്തിലെ വലിയ നമ്പർ ആരാ? 24 അല്ലേ? 24നെ കൊണ്ട് ബാക്കി 2 നമ്പേഴ്സിനെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 24/12 നമുക്ക് ആൻസർ കിട്ടും 2 എന്ന്. ദെൻ 24/8 ആൻസർ കിട്ടും 3 എന്ന്. അപ്പം പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിലെ വലിയ സംഖ്യയായിരിക്കും നമ്മുടെ LCM. നമുക്ക് പറയാം LCM = 24 ആണ്. LCM = 24 ആണ്. ഓക്കെ, അപ്പോൾ LCM കിട്ടി അല്ലേ? അപ്പോൾ 24നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിശേഷം വരിക്കാൻ കഴിയും. റിമൈൻഡർ 0 ആയിരിക്കും കിട്ടുന്നത്. ദെൻ 24നെ കൊണ്ട് 12നെ ഡിവൈഡ് ചെയ്താലും നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പം നമുക്ക് റിമൈൻഡർ 3 വരണമെങ്കിൽ ഈ LCMൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഹരിക്കേണ്ട നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 3 കൂട്ടുക. ഹരിക്കേണ്ട നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 3 കൂട്ടുക. എന്ന് വെച്ചാൽ LCM കണ്ടുപിടിക്കുക. LCMൻ്റെ കൂടെ 3 കൂട്ടുക. എത്രയാണോ ശിഷ്ടം വരേണ്ടത് ആ ശിഷ്ടം കൂട്ടുക. കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 27. മനസ്സിലായോ? അപ്പോൾ നിശേഷം വരിക്കാൻ കഴിയുന്ന ഒരു നമ്പറിൻ്റെ കൂടെ എത്രയാണോ ശിഷ്ടം വരേണ്ടത് ആ ശിഷ്ടം അങ്ങ് കൂട്ടുക. എന്ന് വെച്ചാൽ LCM കണ്ടുപിടിച്ചിട്ട് ശിഷ്ടം കൂട്ടുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നിശേഷം വരിക്കാൻ സാധിക്കുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ LCM കാണുക. അടുത്തത് ശിഷ്ടം വരുന്ന നമ്പറാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിശേഷം വരിക്കുന്ന സംഖ്യ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ ശിഷ്ടം കൂട്ടുക. അടുത്ത നമ്പർ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5, 10, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ശിഷ്ടം 2 വരണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 5, 10, 15നെ കൊണ്ട് പൂർണ്ണമായിട്ട് നിശേഷം വരിക്കാൻ കഴിയുന്ന സംഖ്യ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ 5, 10, 15ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? 5, 10, 15ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാം. 5 1 കിട്ടും. ഇവിടെ 10/5 2 കിട്ടും. 15/5 3 കിട്ടും. ഇനി പൊതുവായിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? സാധിക്കത്തില്ല. അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 × 2 × 3 ആൻസർ കിട്ടും 30 എന്ന് കിട്ടും. 30 എന്ന് കിട്ടും. അപ്പം 5 കൊണ്ടും 10 കൊണ്ടും 15 കൊണ്ടും നിശേഷം വരിക്കാൻ കഴിയുന്നത് ഏത് നമ്പറാണ്? ഏറ്റവും ചെറിയ നമ്പർ 30 അല്ലേ? പക്ഷെ നമുക്ക് നിശേഷം വരിക്കേണ്ട ശിഷ്ടം എത്ര കിട്ടണം? 2 കിട്ടണം. 2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? LCMൻ്റെ കൂടെ ശിഷ്ടം കൂട്ടണം. LCM പ്ലസ് ശിഷ്ടം. ദെൻ LCM 30 കിട്ടിയത്. അതിൻ്റെ കൂടെ ശിഷ്ടം 2 കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 32. അപ്പോൾ 32 എന്ന നമ്പേഴ്സിനെ നമ്മൾ 5 കൊണ്ടും 10 കൊണ്ടും 15 കൊണ്ടും ഹരിച്ചു കഴിഞ്ഞാൽ ബാലൻസ് എത്ര കിട്ടും? ശിഷ്ടം റിമൈൻഡർ എത്ര കിട്ടും? 2 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4, 12, 20 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCM അല്ലേ? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. നമ്മുടെ ഇക്വേഷൻ എന്താ? LCM പ്ലസ് ശിഷ്ടം അല്ലേ? LCM പ്ലസ് ശിഷ്ടം. LCMത്തിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? ശിഷ്ടം കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യം LCM കണ്ടുപിടിക്കുക. 4, 12, 20 LCM കണ്ടുപിടിച്ചേ. 2 കൊണ്ട് 2, 6, 10
വീണ്ടും 2 1 3 5. LCM കണ്ടുപിടിക്കുക. LCM ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു 5 60. ആൻസർ കിട്ടും 60, 60. ഇനി നമ്മുടെ ഇക്വേഷൻ എന്തുവാ? LCMൻ്റെ കൂടെ ശിഷ്ടം വരുന്ന നമ്പേഴ്സ് കൂട്ടണം അല്ലേ? LCMൻ്റെ കൂടെ ശിഷ്ടം കൂട്ടുമ്പോൾ എത്ര കിട്ടും? LCM 60 ശിഷ്ടം 1, ദെൻ 61. ഓക്കെ. അപ്പോൾ 3 നമ്പേഴ്സ് തന്നിട്ട് അതിനെ നിശേഷം വരയ്ക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ LCM കാണുക. ഇനി ശിഷ്ടം വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ LCMൻ്റെ കൂടെ ശിഷ്ടം ആഡ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഈ ക്വസ്റ്റ്യൻ മിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നതാ അല്ലേ? എന്താ? 8, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? അപ്പോൾ എത്രയ്ക്കാ? 8, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? എന്നുവെച്ചാൽ ഇവിടെ 3 ക്ലോക്കുകളുണ്ട്. ഈ ക്ലോക്ക് 8 മിനിറ്റ് കൂടിയിരിക്കുമ്പോൾ അലാറം അടിക്കും. ഓരോ 8 മിനിറ്റിലും അലാറം അടിക്കും. രണ്ടാമത്തത് ഓരോ 12 മിനിറ്റിലും എന്ത് ചെയ്യും? അലാറം അടിക്കും. മൂന്നാമത്തത് ഓരോ 16 മിനിറ്റിലും എന്ത് ചെയ്യും? അലാറം അടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ക്ലോക്കുകൾ കൂടി ഏത് സമയത്തായിരിക്കും ഒന്നിച്ച് അലാറം അടിക്കുന്നത്? എന്നുവെച്ചാൽ ഈ മൂന്ന് ക്ലോക്കിൻ്റെയും ഇവിടെ നോക്കിയേ, ഈ ക്ലോക്ക് 8ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ അലാറം അടിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ അലാറം 16-ലായിരിക്കും. മൂന്നാമത്തെ അലാറം എത്രയിലായിരിക്കും? 24 മിനിറ്റിൽ അല്ലേ? എന്ന് വെച്ചാൽ 8ൻ്റെ ഗുണിതങ്ങളായിട്ട് ഇങ്ങനെ പോകത്തില്ലേ? അടുത്ത 12ൻ്റെ കേസ് നോക്കിയാൽ ആദ്യത്തെ അലാറം 12 മിനിറ്റിൽ അടിച്ചു, രണ്ടാമത്തെ അലാറം 24 മിനിറ്റിൽ അടിച്ചു, പിന്നെയും 12 കൂട്ടുമ്പോഴാണ് അടുത്ത അലാറം അടിക്കുന്നത് അല്ലേ? അപ്പോൾ അതും 12ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഇങ്ങനെ പോവുക. ഇത് മൂന്നാമത്തെ ക്ലോക്ക് നോക്കിയേ, 16 അടിച്ചു, അടുത്ത 32 അടിച്ചു, അടുത്ത വീണ്ടും 16 × 3 അല്ലേ? വീണ്ടും 16 കൂട്ടുമ്പോഴാണ് അടുത്ത അലാറം അടിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ 16ൻ്റെ മൾട്ടിപ്പിളായിട്ട് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അലാറം അടിക്കുന്നത്. അപ്പോൾ ഈ 8ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒന്നാമത്തെ ക്ലോക്കിൽ അലാറം അടിക്കുന്നത്. 12ൻ്റെ മൾട്ടിപ്പിളായിട്ട് താഴോട്ട് പോകുമ്പോഴാണ് രണ്ടാമത്തെ ക്ലോക്കിൽ അലാറം അടിക്കുന്നത്. 16ൻ്റെ മൾട്ടിപ്പിളിൻ്റെ സമയം അനുസരിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് മൂന്നാമത്തെ ക്ലോക്കിൽ അലാറം അടിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്നിച്ച് അലാറം അടിക്കണമെങ്കിൽ ഇതിനകത്തിലെ പൊതു ഗുണിതം അല്ലേ, 3ൻ്റെയും ഗുണനത്തിനകത്തിൽ അല്ലെങ്കിൽ ഗുണിതങ്ങളിനകത്തിൽ പൊതുവായിട്ട് ഏത് ഗുണിതമാണോ വരുന്നത് ആ സമയത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഒന്നിച്ച് അലാറം അടിക്കുന്നത്. അപ്പം പൊതു ഗുണിതമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പൊതു ഗുണിതം ഏറ്റവും ചെറിയ, ഏറ്റവും ആദ്യം അലാറം അടിക്കുന്ന സമയമല്ലേ കണ്ടുപിടിക്കേണ്ടത്? എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പൊതു ഗുണിതമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായ? LCM എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്ലോക്കിനകത്ത് 8 മിനിറ്റിലാണ് അലാറം അടിക്കുന്നത്. അപ്പം ആദ്യം 8 മിനിറ്റിൽ അടിച്ചു, രണ്ടാമത് 16 മിനിറ്റിൽ അടിക്കും, പിന്നെ 24 മിനിറ്റിൽ അടിക്കും, പിന്നെയും 8 കൂട്ടി, അങ്ങനെ 8 മിനിറ്റ് വീതം ആടിയത് പോവുക അല്ലേ? എന്ന് വെച്ചാൽ 8ൻ്റെ ഗുണിതങ്ങൾ അനുസരിച്ചാണ് ഇങ്ങനെ പോകുന്നത്. 16, 24, 32 ഈ സമയക്രമത്തിലാണ് അടിക്കുന്നത്. രണ്ടാമത്തേനകത്ത് നമുക്ക് നോക്കിയാലോ, 12ൻ്റെ ഗുണിതങ്ങൾ അനുസരിച്ചായിരിക്കും അലാറം അടിക്കുന്നത്. 12, 24 മിനിറ്റ്, പിന്നെയും 12 കൂട്ടുന്നു അല്ലേ? അങ്ങനെ 12ൻ്റെ ഗുണിതങ്ങൾ അനുസരിച്ചായിരിക്കും രണ്ടാമത്തേനകത്തിൽ അലാറം അടിക്കുന്നത്. മൂന്നാമത്തെ ക്ലോക്കിൽ അലാറം അടിക്കുന്നത് 16 മിനിറ്റിൻ്റെ ഗുണിതങ്ങൾ അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് മൂന്നും കൂടെ ഏത് സമയത്താണ് ഒന്നിച്ച് അലാറം അടിക്കുന്നത് എന്ന് വെച്ചാൽ 3 ഗുണിതങ്ങളിലും പൊതുവായിട്ട് വരുന്ന ഗുണിത സംഖ്യ ഏതാണ്, അല്ലെങ്കിൽ ഏത് മിനിറ്റിലാണ് അലാറം അടിക്കുന്നത്? ഏറ്റവും ചെറിയ ആദ്യം വരുന്ന ഗുണിതം എന്ന് വെച്ചാൽ ഏറ്റവും ലീസ്റ്റ് ഗുണിതം ഏതാണ്, പൊതു ഗുണിതം ഏതാണ്? അതിനർത്ഥം എന്താ? ഈ 3 നമ്പേഴ്സിൻ്റെയും എന്ത് കണ്ടുപിടിക്കാനാ? LCM കണ്ടുപിടിക്കാനാ. ഐഡിയ കിട്ടിയോ? ഓക്കെ. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എന്ത് കണ്ടുപിടിച്ചോണം? LCM കണ്ടുപിടിച്ചോണം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ LCM എടുത്തതെന്ന് പറഞ്ഞു തന്നാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ LCM ആണ് പരിഗണിച്ചത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചോണം? LCM കണ്ടുപിടിച്ചോണം. നോക്കിയേ, ഏതിൻ്റെയൊക്കെയാ? 8, 12, 16 ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. നോക്കിയേ, 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8/2 4 കിട്ടും, 12/2 6 കിട്ടും, 16/2 8 കിട്ടും. വീണ്ടും നമുക്ക് പൊതുവായിട്ട് 2 കൊണ്ട് ചെയ്യാം. 4/2 2 ചെയ്യും, 6/2 3 കിട്ടും, 8/2 4 കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യാം, ഇവിടെ 1 കിട്ടും, 3 ചെയ്യാൻ പറ്റില്ല, താഴോട്ടിറക്കി, ദെൻ 4/2 2 ചെയ്തു. ഇനി എന്ത് ചെയ്യേണ്ട? ഇനി ആ താഴോട്ട് ചെയ്യേണ്ട.
ദെൻ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് നോക്കിയേ 2 × 2 4, 4 × 2 8, 8 × 3 24, 24 × 2 എത്ര കിട്ടും നമുക്ക് 48 എന്ന് കിട്ടും അല്ലേ. ദെൻ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി 48 കിട്ടി. LCM എത്ര കിട്ടി 48 കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 8-നകത്തിലെ ക്ലോക്കിനകത്ത് ഇങ്ങനെ വരുമ്പോൾ 48-ാമത്തെ മിനിറ്റിൽ അലാറം അടിക്കും, 12-നകത്തിലും 48-ാമത്തെ മിനിറ്റിൽ അലാറം അടിക്കും, 16-നകത്തിലും 48-ാമത്തെ മിനിറ്റിൽ എന്ത് ചെയ്യും ഒരുമിച്ച് അലാറം അടിക്കും. അപ്പം 48-ാമത്തെ മിനിറ്റിലാണ് ഒന്നിച്ച് എന്ത് ചെയ്യുന്നത് അലാറം അടിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് അലാറം അടിക്കുന്ന കാണാൻ എന്ത് ചെയ്താൽ മതി LCM കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5, 10, 15 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. അവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? എന്താ നമ്മുടെ എളുപ്പവഴി എന്തുവാ? 5, 10, 15ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? എളുപ്പവഴി നോക്കിയാൽ മതി. അപ്പോൾ 3 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒന്നിച്ച് അലാറം അടിക്കുന്നത്? ഒരുമിച്ച് അലാറം അടിക്കുന്നത് എപ്പോഴായിരിക്കും? 5, 10, 15ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചേ. ഇതേ 5 കൊണ്ട് ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് കിട്ടി. നമ്മുടെ LCM എത്രയായിരിക്കും? LCM = 5 × 2 10, 10 × 3 30 അല്ലേ. അപ്പോൾ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഇവിടെ ഒന്നിച്ച് അലാറം അടിക്കുന്നത്? 30 മിനിറ്റ് അല്ലേ. 30 മിനിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഒന്നിച്ച് ഈ 3 ക്ലോക്കിലും ഒരുമിച്ച് എന്ത് ചെയ്യും? അലാറം മുഴങ്ങും 30 മിനിറ്റ് ആകുമ്പോൾ. മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2, 3, 10 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? എന്ത് ചെയ്താൽ മതി? ഒരുമിച്ച് അലാറം മുഴങ്ങുന്ന ക്ലോക്കുകൾ കണ്ടുപിടിക്കാൻ, സമയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2ൻ്റെയും 3യുടെയും 10ൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചേ. എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക്? 2 കൊണ്ട് ചെയ്യാൻ പറ്റും. 2നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ 3യെ ചെയ്യാൻ കഴിയില്ല, 3 താഴോട്ടിറക്കി. ദെൻ 10നെ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും? 2 × 3 6, 6 × 5 30. അതും ആൻസർ കിട്ടും എത്ര? 30. അപ്പോൾ ക്ലോക്ക് എത്ര മണിക്കായിരിക്കും അലാറം മുഴങ്ങുന്നത്? 30 മിനിറ്റ് ആകുമ്പോൾ ഈ 3 ക്ലോക്കിലും ഒന്നിച്ചെന്ത് ചെയ്യും? അലാറം അടിക്കും. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ക്ലോക്കുകളുടെ എല്ലാം LCM കണ്ടുപിടിക്കുക. 3 ക്ലോക്കുകളാണെങ്കിൽ 3 ക്ലോക്കിൻ്റെ LCM കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഒരുമിച്ച് അലാറം മുഴങ്ങുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത മോഡൽ നോക്കാം. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3-ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7-ഉം 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11-ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നമ്മളിത് മൂന്നാമത്തെ ടൈപ്പിലുള്ള കണക്കാണ് ചെയ്യുന്നത് അല്ലേ. ആദ്യ കണക്കിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു 3 നമ്പേഴ്സ് തരും, അതിനെ 3നെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? LCM കണ്ടിട്ട് LCM കാണുന്നു അല്ലേ. 3ൻ്റെയും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ചെറിയ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ 3 നമ്പറിൻ്റെയും LCM കാണും. ഇനി ശിഷ്ടം വരുന്ന കേസിൽ, പൊതുവായിട്ടൊരു ശിഷ്ടം വരുന്ന കേസിൽ എന്ത് ചെയ്യും? നമ്മൾ LCM കണ്ടുപിടിച്ചിട്ട് ആ ശിഷ്ടം അതിൻ്റെ കൂടെ കൂട്ടും അല്ലേ. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഈ സെയിം കണക്ക് ചെയ്തത്. ഇനി മൂന്നാമത് ടൈപ്പ് വന്നേക്കുന്നത് നോക്കിയേ. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്നു. അപ്പം ആദ്യം 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വന്നു. 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വന്നു. 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇതേ നോക്കിയേ. 8 - 8 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ശിഷ്ടം വരുന്നു അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഈ 8നെയും 3നെയും ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയേ, 5 എന്ന് കിട്ടി. കണ്ടോ? 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരുന്നു. ആ 12 - 7 ഒന്ന് ചെയ്ത് നോക്കിയേ, അവിടെയും നമുക്ക് ആൻസർ 5 എന്ന് കിട്ടും. 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരുന്നു. 16 - 11 നോക്കിയേ, അതും 5 കിട്ടും. കണ്ടോ? ഇവിടുത്തെ എല്ലാം പൊതു വ്യത്യാസം എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? ഒരു കോൺസ്റ്റന്റ് നമ്പർ കിട്ടി, 5 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? നോക്കിയേ, ഓരോ നമ്പറിനെയും ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, അത് തമ്മിലൊന്ന് മൈനസ് ചെയ്ത് നോക്കുക. ഇവിടെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ 8 - 3 ചെയ്തു. ദെൻ 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ശിഷ്ടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ 12 - 7 ചെയ്തു.
16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 ശിഷ്ടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 16 മൈനസ് 11 ചെയ്തു. ഇത് മൂന്നും ചെയ്യുമ്പോൾ നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ആൻസറാണ് കിട്ടുന്നത്, ഒരു പൊതു വ്യത്യാസമാണ് കിട്ടുന്നത്, അത് 5 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ഈ 8ൻ്റെ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാ? 8, 12, 16 ഇതാണ് നമ്മുടെ നമ്പേഴ്സ് അല്ലേ? ഈ നമ്പേഴ്സ് കൊണ്ട് പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ കണ്ടുപിടിക്കുക. നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ LCM എടുക്കണം. മൂന്നിൻ്റെയും കൂടെ LCM ഒന്ന് എടുത്ത് നോക്കിയേ. 2 4 കിട്ടും, 12 ഡിവൈഡ് ബൈ 2 6 കിട്ടും, 16 ഡിവൈഡ് ബൈ 2 8 കിട്ടും. ദെൻ വീണ്ടും 2 കൊണ്ട് ചെയ്യുക, ദെൻ 2 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 4 കിട്ടും. ദെൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1 3 2. ഇവിടുത്തെ LCM എത്രയായിരിക്കും? 2 × 2 4, 4 × 2 8, 8 × 3 24, 24 × 2 48. ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എത്രയായിരിക്കും? 48 കിട്ടും അല്ലേ? ഇവിടുത്തെ LCM 48 കിട്ടും. ദെൻ ഈ 48ൽ നിന്നും ഇവിടുത്തെ പൊതുവ്യത്യാസമുണ്ടല്ലോ, ഈ 5 എന്ന് പറയുന്ന പൊതുവ്യത്യാസം, ഈ 5 മൈനസ് ചെയ്യുക. നമുക്ക് കിട്ടിയ LCMൽ നിന്നും എന്ത് ചെയ്യുക? പൊതുവ്യത്യാസം മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടും 43 എന്ന്. ഇതാണ് ആ ചെറിയ നമ്പർ, ആ ചെറിയ സംഖ്യ 43 ആണ്. എന്താ ചെയ്തത്? ആദ്യം നമുക്ക് വരുന്ന പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആ നമ്പേഴ്സും റിമൈൻഡറും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതെല്ലാം കോമൺ നമ്പർ ആയിരിക്കും, അതായിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം. അപ്പോൾ ആദ്യം നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. ദെൻ അത് കഴിഞ്ഞ് 8ൻ്റെയും ആ നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിച്ചു. LCMൽ നിന്നും പൊതുവ്യത്യാസം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചെറിയ നമ്പർ കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇവിടുത്തെ ഇക്വേഷൻ എന്താ? LCM മൈനസ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. LCM മൈനസ് കോമൺ ഡിഫറൻസ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ നോക്കിയേ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 കിട്ടി. 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 2 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 മൈനസ് 2, ആൻസർ ചെയ്ത് 3. 10 കൊണ്ട് ഹരിക്കുമ്പോൾ 7 ബാലൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുക 10 മൈനസ് 7, അവിടെയും ആൻസർ 3 എന്ന് കിട്ടി. 15 കൊണ്ട് ഹരിക്കുമ്പോൾ 12 ഇഷ്ടം വരുന്നു. 15 മൈനസ് 12, അവിടെയും ആൻസർ കിട്ടി 3. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 കിട്ടി. നമ്മുടെ ഇക്വേഷൻ എന്താ? LCM മൈനസ് കോമൺ ഡിഫറൻസ്. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യുക? LCM കണ്ടുപിടിക്കുക. ഏതിൻ്റെയൊക്കെ? 5, 10, 15. ഇതാണല്ലോ ഇവിടുത്തെ നമ്പർ. ഈ നമ്പറിൻ്റെ LCM കണ്ടുപിടിക്കുക. 5, 10, 15. LCM കണ്ടുപിടിച്ച് നോക്കിയേ, എത്ര കിട്ടും? 1 2 3. 2 × 5 10, 10 × 3 30 എന്ന് കിട്ടും. ഓക്കെ, ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 30 കിട്ടി. നമ്മുടെ ഇക്വേഷൻ എന്തുവാ? LCM മൈനസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 30 മൈനസ് 3, ആൻസർ കിട്ടും 27. ഓക്കെ ആണോ പറഞ്ഞത്? മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ദെൻ LCM കണ്ടുപിടിക്കുക. LCMത്തിൽ നിന്നും എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. അടുത്ത കണക്ക് ചെയ്ത് നോക്കാം. ഇതേ നോക്കിയേ, 8 കൊണ്ട് ഹരിക്കുമ്പോൾ 5ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 9ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 8 കൊണ്ട് ഹരിക്കുമ്പോൾ 5ഉം ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ LCM ആയിരിക്കും കാണേണ്ടത്, അത് മൈൻഡിൽ വെച്ചേക്കണം കേട്ടോ. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 5ഉം, അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കുക. 8 മൈനസ് 5, ആൻസർ കിട്ടും 3. 12 കൊണ്ട് ഹരിക്കുമ്പോൾ 9ഉം, 12 മൈനസ് 9, ആൻസർ കിട്ടും 3. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് LCM മൈനസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? ഇനി LCM കാണുക. 8ൻ്റെയും 12ഉം, ഇതാണല്ലോ നമ്പർ. ദെൻ 8ൻ്റെയും 12ൻ്റെയും LCM കാണുക. 2 കൊണ്ട് 4, ദെൻ ഇവിടെ 6, വീണ്ടും 2 കൊണ്ട് 2 3. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 2 × 2 4, 4 × 2 8, 8 × 3 24. ഇതാണ് LCM. ഈ 24ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആയ 3 കുറയ്ക്കുക. ആൻസർ കിട്ടും 21. ഏറ്റവും ചെറിയ നമ്പറായ 21 കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓരോ നമ്പർ കൊണ്ട് ഹരിക്കുമ്പോഴും പ്രത്യേകം ശിഷ്ടമാണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യുക? അവിടുത്തെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ആ ശിഷ്ടവും നമ്പറും തമ്മിലുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്യുക? അതിനുശേഷം നമ്പേഴ്സ് തമ്മിലുള്ള LCM കാണുക. LCM നിന്നും എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക.
അപ്പോൾ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇത് നമ്മൾ ചെയ്തു. ഒന്ന് നിശേഷം വരിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്, ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കുന്നത്. 2 നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൊതുവായ ഒരു സിസ്റ്റം വരുന്ന നമ്പർ ഒരു കണക്ക് നമ്മൾ പഠിച്ചു. ഇതിപ്പോൾ ഓരോ നമ്പറിനും ഓരോ റിമൈൻഡർ വരും, അതും നമ്മൾ പഠിച്ചു. 3 ടൈപ്പ് പഠിച്ചു, അത് 3ഉം പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്ത മോഡൽ നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ? 10, 20, 30, 40. 10, 20, 30, 40 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ. ഏറ്റവും ചെറിയ സംഖ്യയല്ല ചോദിച്ചേക്കുന്നത്, ശ്രദ്ധിച്ചു നോക്കിയേ. ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ എന്ന് വെച്ചാൽ സ്ക്വയേഴ്സ് നമ്പേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. 10, 20, 30, 40 എന്നീ നമ്പറുകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണസംഖ്യ. ഏറ്റവും ചെറിയ നമ്പർ ചോദിച്ചാൽ എപ്പോഴും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ്. അത് പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും ചെറിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് സംഖ്യയല്ല കണ്ടുപിടിക്കേണ്ട, പൂർണ്ണവർഗസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ ഈ പൂർണ്ണവർഗസംഖ്യ? നോക്കിയേ. 2 സ്ക്വയർ ഇതൊരു പൂർണ്ണവർഗസംഖ്യ. 4 എന്ന് പറയുന്നത് പൂർണ്ണവർഗസംഖ്യ. എന്തിൻ്റെ? 2ൻ്റെ വർഗസംഖ്യയാണ്, അല്ലെങ്കിൽ 2ൻ്റെ സ്ക്വയർ ആണ് 4. അതേപോലെ 9 ആരുടെ സ്ക്വയർ ആണ്? 3യുടെ സ്ക്വയർ ആണ്. നോക്കി, ഈ 3 സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ, 3 × 3. 3യെ 2 തവണ എഴുതി ഗുണിക്കുന്നത്. മനസ്സിലായോ? 16 എന്തിൻ്റെ പൂർണ്ണവർഗമാണ്? 4ൻ്റെ പൂർണ്ണവർഗസംഖ്യയാണ്. നമുക്ക് എഴുതാം 4 × 4. ഓക്കെ ആണല്ലോ? ഇതേപോലുള്ള നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, 10, 20, 30, 40 അതിൻ്റെ LCM കാണുക. 10, 20, 30, 40 ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം LCM കണ്ടുപിടിക്കുക. നോക്കിയേ, LCM ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5, 10, 15, 20. ഇനി ഞാൻ 5 കൊണ്ട് ചെയ്യുന്നു. പൊതുവായിട്ട് എല്ലാവരെയും 5 കൊണ്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് 5 കൊണ്ട് ചെയ്യുന്നു. 1, 2, 3, 4 എന്ന് കിട്ടി. ദെൻ അത് കഴിഞ്ഞ് ഞാൻ 2 കൊണ്ട് ചെയ്യുന്നു. 1, 1, 3, 2 എന്ന് കിട്ടി. ഇത് ഇവിടുത്തെ LCM എത്ര കിട്ടും? LCM ഈക്വൽ ടു എത്ര കിട്ടും? 2 × 5 10, 10 × 2 20, 20 × 3 60, 60 × 2 120 എന്ന് കിട്ടും. നമ്മുടെ LCM എന്ന് പറയുന്നത് 120 കിട്ടും. LCM 120 കിട്ടും. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പറല്ല. ഏറ്റവും ചെറിയ നമ്പർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ LCM കണ്ടുപിടിച്ചാൽ മതി, 120 എന്ന്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പൂർണ്ണ വർഗസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പൂർണ്ണ വർഗസംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയ ഫാക്ടേഴ്സ് കണ്ടോ? ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സ് അതങ്ങോട്ട് നിരത്തി എഴുതണം. 2 × 2 × 2 × 5 × 3. നോക്കിയേ, കണ്ടോ? ഇവിടെ 3 2 ഉണ്ട്, അതുകൊണ്ട് 3 2 എഴുതി. ഒരു 5 ഉണ്ട്, ഒരു 3 ഉണ്ട്, അല്ലേ? നമുക്ക് വേണ്ടത് പൂർണ്ണ വർഗസംഖ്യയാണ്. വർഗസംഖ്യ എന്ന് വെച്ചാൽ എന്ത് വരണം? സ്ക്വയർ വരണം. അപ്പോൾ ഓരോ നമ്പറിനെയും നമ്മൾ എന്താക്കണം? സ്ക്വയർ ആക്കണം. ഇവിടെ നോക്കിയേ, 2നെ 2 2 ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2 സ്ക്വയർ ഉള്ളതുകൊണ്ട് 2 2 ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 സ്ക്വയർ എന്ന് എഴുതാം. എന്ന് വെച്ചാൽ പെയർ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇവിടെ നോക്കി, ഈ 2ന് എന്തില്ല? ഒരു സ്ക്വയർ ആകണമെങ്കിൽ, ഈ 2 സ്ക്വയർ ആകണമെങ്കിൽ, ഒരു പൂർണ്ണവർഗമാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഒരു 2ഉം കൂടെ ഇട്ട് കൊടുക്കണം, അല്ലേ? അപ്പോൾ ഈ 2 2നെ ചേർത്ത് നമ്മൾ ഒന്നിച്ചെഴുതി. ഇനി അടുത്ത പെയർ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ സ്ക്വയർ എഴുതണമെങ്കിൽ ഒരേപോലത്തെ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കണം, അല്ലേ? ഇവിടെ ഒരു 2 മിസ്സിംഗ് ഉണ്ട്, നമ്മളൊരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് തമ്മിൽ പെയറായി, അല്ലെങ്കിൽ ഇത് തമ്മിൽ സ്ക്വയറായി. ഇനി നോക്കിയേ, 5 ഒരാളേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്യും? ഒരാളെയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അവരും എന്തായി? സ്ക്വയേഴ്സായി. ദെൻ ഒരു 3 ഉള്ളൂ, നമ്മൾ ഒരു 3യും കൂടെ ഇട്ട് കൊടുക്കും, അതും എന്തായി? സ്ക്വയറായി. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ നമ്പരും എന്തായി? പരസ്പരം സ്ക്വയറായി. ഓക്കെ, ഇവിടെ 2 സ്ക്വയറായി, ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്തപ്പം അതും 2 സ്ക്വയറായി, ഇവിടെ ഒരു 5 ഇട്ട് കൊടുത്തപ്പം 5 സ്ക്വയറായി, ദെൻ ഇവിടെ ഒരു 3 ഇട്ട് കൊടുത്തപ്പം 3 സ്ക്വയറായി. ഇത് ഗുണിച്ച് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഒരു പൂർണ്ണവർഗമായിരിക്കും. കാരണം ഇവിടുത്തെ ഘടകങ്ങളെല്ലാം എന്തിലാണ്? സ്ക്വയേഴ്സിലാണ്. ഘടകങ്ങളെല്ലാം സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സ്ക്വയർ ആകാൻ നമ്മൾ എന്ത് ചെയ്തു? കൂടെ പെയർ ഇല്ലാത്ത നമ്പേഴ്സിനെല്ലാം എന്ത് ചെയ്തു? നമ്പേഴ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പൂർണ്ണവർഗങ്ങളായി. ഇത് ഗുണിച്ച് കിട്ടുന്ന നമ്പർ എന്താവും? പൂർണ്ണവർഗമാകും. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം, നോക്കിക്കോ.
ആദ്യം നമുക്ക് കിട്ടിയ ഫാക്ടറൈസേഷൻ ചെയ്ത് കിട്ടിയ നമ്പേഴ്സ് എല്ലാം നിരത്തി എഴുതി. നമുക്കിവിടെ പൂർണ്ണ വർഗ്ഗസംഖ്യ കിട്ടണം. ഇവിടെ പൂർണ്ണ വർഗ്ഗസംഖ്യ കിട്ടണമെങ്കിൽ ഇതിൽ ഓരോ ഫാക്ടറും എന്തായിരിക്കണം? വർഗ്ഗസംഖ്യകളായിരിക്കണം. ഓരോ ഫാക്ടറും എന്തായിരിക്കണം? വർഗ്ഗസംഖ്യകളായിരിക്കണം. ഇവിടെ നോക്കി, ഇവിടെ 2ഉം 2ഉം കൂടെ ചേർന്ന് ഇതൊരു സ്ക്വയറായി, അതൊരു പൂർണ്ണവർഗ്ഗമായി. ഇവിടുത്തെ 2 2 ചേർന്ന് ഒരു പൂർണ്ണവർഗ്ഗമായി. ബാക്കി ഒരു 2 അവശേഷിക്കുന്നു. അതിന് പൂർണ്ണവർഗ്ഗമാകാൻ ഒന്നുമില്ല. നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? വർഗ്ഗമാകാൻ വേണ്ടി ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ അതും പൂർണ്ണവർഗ്ഗമായി. ഇനി ഒരു 5 ഉണ്ട്. അപ്പോൾ 5ന് എന്തില്ല? പൂർണ്ണവർഗ്ഗമാകാൻ ഒരു 5ഉം കൂടെ വേണം അല്ലേ? അപ്പോൾ ഒരു ജോഡിയും കൂടെ ഇട്ട് കൊടുത്തു, 5 ഇട്ട് കൊടുത്തു. ദെൻ 3യെയും നമ്മൾ പേഴ്സ് ആക്കി. ദെൻ ഇനി ഇതെല്ലാം പൂർണ്ണവർഗ്ഗങ്ങളായി. ഇനി ഇതെല്ലാം ഗുണിച്ച് കിട്ടുന്ന നമ്പരും എന്തായിരിക്കും? പൂർണ്ണവർഗ്ഗമായിരിക്കും. നോക്കിയേ, 3600 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3600 എന്ന് കിട്ടും. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോഴും എന്ത് ചെയ്യുക? ഘടകങ്ങളാക്കുക. ഘടകങ്ങളാക്കിയിട്ട് അതിനകത്ത് പെയേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സിനെല്ലാം എന്ത് കൊടുക്കുക? ഓരോ പെയറുകളെ കൊടുക്കുക. അങ്ങനെ പെയറുകളാക്കി എഴുതിയിട്ട് ദെൻ ഗുണിച്ചെഴുതുക. അതായിരിക്കും നമുക്ക് കിട്ടുന്ന പൂർണ്ണവർഗ്ഗസംഖ്യ. അടുത്ത കണക്ക് നോക്കാം. 5, 10, 20 എന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗസംഖ്യ ഏത്? പൂർണ്ണവർഗ്ഗസംഖ്യ ചെറുതും കൂടാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? LCM ആയിരിക്കും കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിച്ചേ 5, 10, 15 5, 10, 20. LCM കണ്ടുപിടിച്ചേ 5 കൊണ്ട് 1, 2, 4. 2 കൊണ്ട് ചെയ്യുന്നു 1, 1, 2. ദെൻ നമ്പേഴ്സ് എഴുതി. നമ്പേഴ്സ് ഘടകങ്ങളായിട്ട് എഴുതിയേ 5 × 2 × 2 അല്ലേ? ഇവിടെ നോക്കിയേ, 2നും 2നും ഒരു പെയറുണ്ട്. സോ അത് നമ്മൾ എഴുതുന്നു 2 × 2. അത് പെയറാക്കി എഴുതി. ഇനി 5ന് എന്തില്ല? പെയറില്ല. നമ്മൾ ഒരു ആളെയും കൂടി ഇട്ട് കൊടുക്കുന്നു, 5 ഇട്ട് കൊടുത്തു. അപ്പോൾ അതും പെയറായി. നോക്കിയേ, 2 × 2 4, 4 × 5 20, 20 × 5 ആൻസർ കിട്ടും 100. മനസ്സിലായോ? അപ്പം പൂർണ്ണവർഗ്ഗസംഖ്യകളാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? LCM കാണാൻ വേണ്ടി ഫാക്ടറൈസേഷൻ ചെയ്യുക. ആ ഫാക്ടേഴ്സിനെല്ലാം എടുത്ത് എഴുതിയിട്ട് അതിനെ പെയറുകളാക്കി എഴുതുക. പെയർസ് ഇല്ലാത്തതിനെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? ആ നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അവരെ പെയറുകളാക്കി എഴുതിയിട്ട് ഗുണിച്ച് കിട്ടുന്നതായിരിക്കും നമ്മുടെ എന്ത്? പൂർണ്ണവർഗ്ഗസംഖ്യ. ഓക്കെ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. 4, 8, 12 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ്ഗസംഖ്യ എന്ത് കണ്ടുപിടിക്കണം നമ്മൾ? 4, 8, 12 ഫാക്ടറൈസേഷൻ ചെയ്യുക. 2 കൊണ്ട് 2, 4, ദെൻ 6 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ചെയ്യുക. 1, 2, 3 എന്ന് കിട്ടും. നമ്പർ എടുത്ത് എഴുതുക. 2 × 2 × 2 × 3. നോക്കിയേ, പെയറുകളാക്കിയേ. ഇവിടെ 2 × 2ന് ഒരു പെയറുണ്ട്. ദെൻ ഒരു 2ന് പെയറില്ല. നമ്മൾ ഒരു 2 ഇട്ട് കൊടുത്തു. ദെൻ 3ക്ക് പെയറില്ല. ഒരു 3 ഇട്ട് കൊടുത്തു. ദെൻ ഇതെല്ലാം കൂടെ ഗുണിച്ചെഴുതിയേ. ഗുണിച്ചെഴുതുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 144. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോവാം. നോക്കിയേ, 1/2, 2/3, 3/4 ഇവയുടെ ലസാഗു കാണുക. ഓക്കെ, ഇത് ഏത് തരം നമ്പേഴ്സാണ്? ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ ലസാഗു കാണാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ലസാഗു ആണ് കാണേണ്ടത് അല്ലേ? LCM ആണ് കാണേണ്ടത്. ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഭിന്നസംഖ്യയുടെ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിൻ്റെ LCM കാണാനുള്ള ഇക്വേഷൻ LCM = മേളിൽ എപ്പോഴും ആരായിരിക്കും വരുന്നത്? നമ്മൾ ന്യൂമറേറ്റർ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ അംശമായിരിക്കും ഏറ്റവും മേളിൽ എഴുതുക. അപ്പോൾ അംശങ്ങളുടെ ലസാഗു ഡിവൈഡഡ് ബൈ താഴെ ഏതായിരിക്കും? ഡിനോമിനേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഛേദമായിരിക്കും അല്ലേ? ഛേദങ്ങളുടെ ഉസ്സാഖയും എടുക്കണം. അപ്പോൾ LCM കാണാനുള്ള ഇക്വേഷൻ എന്താ? ന്യൂമറേറ്ററിൻ്റെ LCM-ഉം ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF-ഉം. ഇത് നമ്മൾ പരീക്ഷ ഹാളിൽ പോയിരിക്കുമ്പം ഈ ഇക്വേഷൻ തിരിഞ്ഞു പോകാതിരിക്കാൻ എന്തെങ്കിലും നോക്കിയേ. LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? ന്യൂമറേറ്ററിൻ്റെ LCM അല്ലേ? ന്യൂമറേറ്ററിൽ വരുന്ന എന്തായിരിക്കും? ന്യൂമറേറ്ററിൻ്റെ LCM. ഡിനോമിനേറ്ററിൽ വരുന്ന എന്തായിരിക്കും? ഡിനോമിനേറ്ററിൻ്റെ HCF. LCM ആണ് കാണാൻ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററുടെ LCM ആയിരിക്കും. താഴെ ഛേദത്തിൽ ഉസ്സാഖയുമായിരിക്കും. ഇക്വേഷൻ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. കാണാപ്പാഠം പഠിക്കാതെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കുക.
ഓക്കെ, ഇനി ഈ ഇക്വേഷൻ അനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കാം. ദേ അംശങ്ങളുടെ ലസാഗു നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനകത്തിലെ അംശങ്ങൾ ഏതൊക്കെയാ അല്ലെങ്കിൽ ന്യൂമറേറ്റർ ഏതൊക്കെയാ? 1 2 3 ഇതാണ് ന്യൂമറേറ്റർ. ഇവിടെ നോക്കിയേ, 1നെയും 2നെയും 3യെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൊതുവായിട്ട് ഒരു നമ്പർ കൊണ്ടും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 1 × 2 × 3 ആണ് 6. ഇതാണ് LCM അതിൻ്റെ. മനസ്സിലായോ? പൊതുവായിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും? ആ സംഖ്യകൾ ഗുണിച്ച് കിട്ടുന്നതായിരിക്കും അവിടുത്തെ LCM. അതിൻ്റെ HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ LCM എത്ര കിട്ടി? നമുക്ക് 6 എന്ന് കിട്ടി. ഇനി എന്താ? ഡിനോമിനേറ്ററിൻ്റെ HCF അല്ലെങ്കിൽ ഛേദങ്ങളുടെ ഉസാഗ. ഛേദങ്ങൾ ആരൊക്കെയാ? 2 3 4 ഇതാണ് ഛേദങ്ങൾ. നോക്കിയേ, 2നെയും 3യെയും 4നെയും പൊതുവായിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? 2നെയും 3യെയും 4നെയും ഏതെങ്കിലും നമ്പർ കൊണ്ട് പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഉസാഗ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭിന്നസംഖ്യകളുടെ അല്ലെങ്കിൽ ഈ ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ LCM എത്ര കിട്ടി? നമുക്ക് 6 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ എന്താ ഇക്വേഷൻ? ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ LCM ആണ് കാണാൻ തരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൻ്റെ എല്ലാം കൂടെ LCM ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF അല്ലെങ്കിൽ അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ. ഇക്വേഷൻ പഠിച്ചല്ലോ. ഓക്കെ, അടുത്ത കണക്ക് നോക്കിയേ. 2/3 3/4 4/5 ഈ നമ്പേഴ്സിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? LCM കണ്ടുപിടിക്കുക. നോക്കിയേ, LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? LCM കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കാൻ LCM ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ LCM ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF അല്ലേ? ഇവിടെ ന്യൂമറേറ്റർ ആരാ? 2 3 4 അല്ലേ? നോക്കിയേ, ഇവിടെ 2 കൊണ്ട് ചെയ്യാം. നമുക്കിവിടെ 2നും 4നും കോമൺ ആയിട്ട് ഒരു നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? താഴേക്ക് കണ്ടുപിടിക്കുക. 1 3 2 എന്ന് ചെയ്യുക. ഇവിടുത്തെ LCM എത്ര കിട്ടി? 2 × 1 2 2 × 3 6 6 × 2 12 വന്ന് കിട്ടി. അവിടുത്തെ 12 വന്ന് കിട്ടി LCM. ന്യൂമറേറ്ററിൻ്റെ LCM 12 വന്ന് കിട്ടി. ഇവിടുത്തെ HCF നോക്കിയേ, ഡിനോമിനേറ്ററിൻ്റെ HCF. ഡിനോമിനേറ്റർ ഏതൊക്കെയാ? 3 5 5. ഈ 3 നമ്പറിനെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 1 ആണ്. ദെൻ നമുക്ക് ഫ്രാക്ഷൻ്റെ LCM എത്ര കിട്ടി? 12 വന്ന് കിട്ടി. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2/5 3/4 1/5 3 ഫ്രാക്ഷൻ നമ്പർ തന്നിട്ട് അതിൻ്റെ ലസാഗു കാണുക. ഇക്വേഷൻ എന്തുവാ? ലസാഗു LCM ഈക്വൽ ടു ന്യൂമറേറ്ററിൻ്റെ അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഡിനോമിനേറ്ററിൻ്റെ ഉസാഗ അല്ലെങ്കിൽ HCF. നോക്കിയേ, അംശങ്ങൾ ആരൊക്കെയാ? 2 3 1 അല്ലേ? 3നെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഒരു നമ്പരും ഇല്ല. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ LCM എത്രയാ? 2 × 3 × 1 6 ആണ്. ഇനി ഡിനോമിനേറ്റേഴ്സ് നോക്കിയേ, 5 4 5 3 നമ്പേഴ്സിനെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പറയാം ഇവിടുത്തെ ഡിനോമിനേറ്റർ ആരാ? 1 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഫ്രാക്ഷൻസിൻ്റെ LCM എത്ര കിട്ടി? 6 ഡിവൈഡ് ബൈ 1 6 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ LCMനെ കുറിച്ചുള്ള ഇത്രയും കണക്കുകൾ നമ്മൾ ചെയ്തു. ഇനി നോക്കിയേ, അടുത്തതിലേക്ക് പോകുന്നു. HCFനെ ബേസ് ചെയ്തുള്ള കണക്കുകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, HCF എന്താ? 10 20 40 ഈ നമ്പേഴ്സിൻ്റെ HCF കാണുക. നമ്മൾ എന്ത് ചെയ്യുക? 3 നമ്പേഴ്സ് തരുവാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ നമ്പേഴ്സ് നോക്കുക. ഏറ്റവും വലിയ നമ്പർ നോക്കിയേ 40. ഈ 40യെ ബാക്കി 2 ചെറിയ നമ്പറുകൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കിയേ, 40 ഡിവൈഡ് ബൈ 20 നമുക്ക് ആൻസർ കിട്ടും 2. 40 ഡിവൈഡ് ബൈ 10 ആൻസർ കിട്ടും 4 അല്ലേ? പൂർണ്ണമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ നമ്പറായിരിക്കും LCM, ഏറ്റവും ചെറിയ നമ്പറായിരിക്കും HCF. മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5 10 15 വലിയ നമ്പർ ആരാ? 15 അല്ലേ? 15 ഡിവൈഡ് ബൈ 10 പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം നീ അത് നോക്കരുത്. അടുത്ത വഴി നോക്കുക. നമുക്കറിയാവുന്ന ഫാക്ടറൈസേഷൻ 5 10 15 ഫാക്ടർ ചെയ്ത് നോക്കുക. ഏത് നമ്പറിനെയാണ്? 3 നമ്പറിനെയും പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏത് നമ്പറുണ്ട്? 5 എന്ന് പറയുന്ന നമ്പറുണ്ട് അല്ലേ? 5 ഡിവൈഡ് ബൈ 5 1.
10 ഡിവൈഡ് ബൈ 5 2, 15 ഡിവൈഡ് ബൈ 5 3. ഇനി ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 5 കിട്ടി. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ, ഇവിടുത്തെ HCF 5 കിട്ടി. ഇനി എന്ത് LCM ആണ് ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ 5 × 1 × 2 × 3 ചെയ്തേനെ, 13 എന്ന് കിട്ടിയേനെ. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4 7 25. 4 7 25 LCM നോക്കി, HCF ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, 4 7 25 മൂന്ന് നമ്പേഴ്സിനെ കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? നോക്കിയേ, 4നെയും 7നെയും ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോഴേ നമുക്ക് പറയാം ഇതിൻ്റെ HCF എന്ന് പറയുന്നത് 3നെയും കോമൺ ആയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. HCF എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത മോഡലിലേക്ക് നോക്കിയാൽ ദേ 2 ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ LCM കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു LCM കാണാനുള്ള ഇക്വേഷൻ? എന്താ പഠിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള വഴി എന്തായിരുന്നു പറഞ്ഞത്? ഇവിടെ LCM ആണ് കാണാൻ പറഞ്ഞത്. അപ്പം ആദ്യം എഴുതുന്ന നമ്മുടെ ന്യൂമറേറ്ററിൻ്റെ എന്തായിരിക്കും? ന്യൂമറേറ്ററിൻ്റെ LCM. മേളി LCM വന്നാൽ താഴെ എന്തായിരിക്കും? HCF. ഡിനോമിനേറ്റേഴ്സ് അല്ലയോ വരുന്നത്, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ HCF. ഓർത്തിരിക്കാനുള്ള വഴി മനസ്സിലായോ? LCM ആണ് കാണാൻ പറയുന്നതെങ്കിൽ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും? അംശമായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ന്യൂമറേറ്റർ ആയിരിക്കും. അപ്പോൾ ന്യൂമറേറ്റേഴ്സിൻ്റെ LCM. അപ്പോൾ മേളിൽ LCM വന്നാൽ താഴെ ആര് വരണം? HCF വരണം. അപ്പം ഡിനോമിനേറ്ററിൻ്റെ HCF. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ 2 ഫ്രാക്ഷൻ നമ്പേഴ്സായ 2/5 3/10 ഇതിൻ്റെ HCF ആണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. അതേ നോക്കിയേ, ഭിന്നസംഖ്യകളുടെ ഫ്രാക്ഷൻസിൻ്റെ HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ ഇവിടെ ആദ്യം HCF ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിൽ എന്ത് എഴുതുക? HCF എന്ന് എഴുതുക. ന്യൂമറേറ്ററിൻ്റെ HCF അല്ലെങ്കിൽ അംശങ്ങളുടെ ഉസാഖ ഡിവൈഡഡ് ബൈ താഴെ എന്തായിരിക്കും വരുന്നത്? ഡിനോമിനേറ്റേഴ്സിൻ്റെ എന്തായിരിക്കും? ഇവിടെ HCF എഴുതിയാൽ താഴെ എന്ത് എഴുതാം? നമുക്ക് LCM എന്ന് എഴുതാം, അല്ലെങ്കിൽ ലസാഗു എന്ന് എഴുതാം. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പം ഫ്രാക്ഷൻസിൻ്റെ HCF ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ആദ്യം നമ്മൾ ന്യൂമറേറ്ററിലാണല്ലോ എഴുതുന്നത്. ന്യൂമറേറ്ററിൻ്റെ HCF കാണാൻ പറഞ്ഞാൽ ന്യൂമറേറ്ററിൻ്റെ HCF ഡിവൈഡ് ബൈ ഇവിടെ HCF എഴുതിയാൽ താഴെ ആരെഴുതണം? LCM എഴുതണം. ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM. ഇനി ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂമറേറ്റർ ആരൊക്കെയാണ്? 2ഉം 3ഉം അല്ലേ? അപ്പം ന്യൂമറേറ്ററിൻ്റെ HCF കാണാനാണ് പറഞ്ഞേക്കുന്നത്. 2നെയും 3നെയും പൊതുവായിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ അവിടുത്തെ HCF എന്ന് പറയുന്നത് 1 കിട്ടും. ഇനി ഇതിൻ്റെ LCM എത്രയാ? ദേ ഡിനോമിനേറ്റർ ആരൊക്കെയാ? 5ഉം 10ഉമാണ് ഡിനോമിനേറ്റർ. നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ LCM കണ്ടുപിടിക്കുക. എത്ര കിട്ടും നമുക്ക്? 5 കൊണ്ട് ചെയ്യാം. 1 2 കിട്ടും. ദെൻ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 10 കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 1/10. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേ നോക്കി, അടുത്ത ഫ്രാക്ഷൻ 1/7 2/3. നമുക്ക് ഇതിൻ്റെ ലസാഗുവും ഉസാഖയും കണ്ടുപിടിക്കാം അല്ലേ? LCM ആണ് കാണുന്നതെങ്കിൽ എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? LCM = ന്യൂമറേറ്ററിൻ്റെ LCM ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF. ഓക്കെ, ന്യൂമറേറ്ററിൻ്റെ LCM 1ൻ്റെയും 2ൻ്റെയും LCM എന്തായിരിക്കും? 1 × 2 2 ആയിരിക്കും. ഇതേ നോക്കിയാൽ ഡിനോമിനേറ്റർ 7ഉം 3ഉം അതിൻ്റെ HCF എത്രയായിരിക്കും? രണ്ടിനും പൊതുവായിട്ട് ഗുണിതങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എഴുതാം 1. അപ്പോൾ ഇവിടുത്തെ LCM 2 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ HCF ആണ് നമ്മളിത് കാണാൻ ചോദിച്ചേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂമറേറ്ററിൻ്റെ HCF ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ LCM. ന്യൂമറേറ്ററിൻ്റെ HCF നോക്കിയാൽ 1നെയും 2നെയും പൊതുവായിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും? നമ്പേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് അവിടുത്തെ HCF എന്ന് പറയുന്ന 1 കിട്ടും. അടുത്ത ഡിനോമിനേറ്ററിൻ്റെ LCM കാണുക. ഡിനോമിനേറ്ററിൻ്റെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7ഉം 3ഉം ഏതെങ്കിലും പൊതുവായിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് പറയാം അവിടുത്തെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 × 3 21 ആയിരിക്കും. ആൻസർ കിട്ടി നമുക്ക് 1/21. മനസ്സിലായല്ലോ? അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത ഫ്രാക്ഷൻ തന്നേക്കുന്നു 3/8, 6/7 രണ്ട് നമ്പർ തന്നു. അതിൻ്റെ LCM കാണാനാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? LCM = ന്യൂമറേറ്ററിൻ്റെ LCM ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ HCF അല്ലേ? ന്യൂമറേറ്റർ ആരൊക്കെയാ? 3ഉം 6ഉം. 3യും 6ൻ്റെയും LCM നോക്കിയാൽ 3 6. LCM എത്ര കിട്ടും? 3 1 2 2 × 3 6 എന്ന് കിട്ടും. then ഇവിടുത്തെ HCF നോക്കിയാൽ ഡിനോമിനേറ്ററിൻ്റെ HCF 8ഉം 7ഉം.
ഇവിടുത്തെ ഡിനോമിനേറ്റർ ആരൊക്കെയാണ് നോക്കിയേ. ഡിനോമിനേറ്റർ 3ഉം 8ഉം 7ഉം ആണ് ഡിനോമിനേറ്റർ അല്ലേ. അതിൻ്റെ HCF എത്രയായിരിക്കും? രണ്ടിനെയും പൊതുവായിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവിടുത്തെ HCF എന്ന് പറയുന്ന 1 ആയിരിക്കും. ആൻസർ കിട്ടി 6 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതേ നോക്കി HCF ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിൻ്റെ HCF ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ LCM. ന്യൂമറേറ്ററിൻ്റെ HCF നോക്കിയേ, ദേ 3 6. ഇതാണ് ന്യൂമറേറ്ററിൻ്റെ നമ്പേഴ്സ്. പൊതുവായിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 2 എന്ന് കിട്ടും. ഇവിടുത്തെ HCF എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ദെൻ ഡിനോമിനേറ്ററിൻ്റെ LCM നോക്കിയേ, 8ഉം 7ഉം. ഇതാണ് ഡിനോമിനേറ്റർ അല്ലേ. അതിൻ്റെ ഡിനോമിനേറ്ററിനെ പൊതുവായിട്ടൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? 8 × 7 അതായിരിക്കും അവിടുത്തെ LCM 56. ആൻസർ കിട്ടി 3/56. മനസ്സിലായോ? അപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സിൻ്റെ LCM കാണാനും HCF കാണാനുള്ള ഇക്വേഷൻ പഠിച്ചല്ലോ. ഓക്കെ, ഇത് അടുത്ത് നോക്കിയേ. ഓക്കെ, ഇത് നോക്കിയേ, പവേഴ്സ് വരുന്ന നമ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. എന്താ പഠിച്ചത്? പവേഴ്സ് വരുന്ന നമ്പേഴ്സിൻ്റെ LCM കാണാൻ നമ്മൾ പഠിച്ചു. പവേഴ്സ് വരുന്ന നമ്പേഴ്സിൻ്റെ LCM കാണാനും HCF കാണാനും നമ്മൾ പഠിച്ചു അല്ലേ. LCM കാണാനാണെങ്കിൽ എന്ത് ചെയ്യണം? LCM ആണ് കാണണമെങ്കിൽ ഇവിടുത്തെ എല്ലാ ബേസും എടുത്തെഴുതണം. ഓക്കെ, ഇവിടെ 2 3 5 ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ബേസ്. ദെൻ 2 3 5 ബേസ് എടുത്തെഴുതി. ഇനി ഈ ഓരോ ബേസിൻ്റെയും ഏറ്റവും വലിയ പവേഴ്സ് എടുത്തെഴുതുക. നോക്കി, ഇവിടെ 2ൻ്റെ പവർ 2 ആണ്, ഇവിടെ 2ൻ്റെ പവർ 4 ആണ്, ഇവിടെ 2ൻ്റെ പവർ 7 ആണ്. ഏറ്റവും വലിയ പവർ ഏതാ? 7 എടുത്തെഴുതി. ഇനി 3യുടെ ഏറ്റവും വലിയ പവർ എഴുതുക. അതേ നോക്കിയേ, 3/4. ഇനി 5ൻ്റെ ഏറ്റവും വലിയ പവർ നോക്കിയേ, 4 ആണ്, 5/4. ഇതാണ് ഇവിടുത്തെ LCM. HCF എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? HCF എന്ന് വെച്ചാൽ ഈ 3 നമ്പേഴ്സിനകത്തുമുള്ള പൊതുവായിട്ടുള്ള ബേസ് എടുക്കുക. പൊതുവായിട്ടുള്ള ബേസ് നോക്കി, ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പം 2 എടുക്കാം. 3ലും 3 ഉണ്ട്, ദെൻ 3 എടുത്തു. 3ലും 5 ഉണ്ട്, ദെൻ 5 എടുത്തു. അപ്പം 3ലും കോമൺ ആയിട്ടുള്ള ബേസ് നമ്മൾ എടുത്തു. ഇനി ഈ ബേസിൻ്റെ ഏറ്റവും ചെറിയ പവർ എടുക്കണം. 2ൻ്റെ ഏറ്റവും ചെറിയ പവർ നോക്കിയാൽ സ്ക്വയർ ആണ് അല്ലേ. ഇവിടെ 3യുടെ ഏറ്റവും ചെറിയ പവർ നോക്കിയാൽ അതും സ്ക്വയർ ആണ്. 5ൻ്റെ ഏറ്റവും ചെറിയ പവർ നോക്കിയാൽ അതും സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ HCF എത്ര കിട്ടി? 2² × 3² × 5² ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിയേ, 3² × 5² × 7², 3/4 × 5² × 7/4, 3/5 × 5/4 × 7/3. ഓക്കെ, ഈ നമ്പേഴ്സ് നോക്കിയേ. ഈ നമ്പേഴ്സിൻ്റെ LCM കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഉള്ള എല്ലാ ബേസും എടുത്തെഴുതും. ഏതൊക്കെ ബേസ് ഉണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇനി ഈ ഓരോ ബേസിൻ്റെയും ഏറ്റവും ഉയർന്ന പവർ എഴുതും. ഇവിടെ നോക്കിയേ, 3യുടെ ഏറ്റവും വലിയ പവർ ഏതാ? 3/5. 5ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാ? നോക്കിയേ, 5/5. 7ൻ്റെ ഏറ്റവും വലിയ പവർ ഏതാ? 7/4. ഇതാണ് LCM. HCF ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ 3ലും പൊതുവായിട്ടുള്ള ബേസ് എഴുതും. പൊതുവായിട്ട് എല്ലായിടത്തും എന്തുണ്ട്? 3ഉം ഉണ്ട്, 5ഉം ഉണ്ട്, 7ഉം ഉണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയ പവർ എഴുതും അല്ലേ. ഏറ്റവും ചെറിയ പവർ 3യുടെ ഏറ്റവും ചെറിയ പവർ 3², 5ൻ്റെ ഏറ്റവും ചെറിയ പവർ 5², 7ൻ്റെ ഏറ്റവും വലിയ ചെറിയ പവർ ഏതാ? 7/2 അല്ലെങ്കിൽ 7². മനസ്സിലായോ? LCM HCF കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ദെൻ അടുത്ത നമ്പേഴ്സ് നോക്കിയേ. ഇവിടെ നോക്കിയേ, LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എല്ലാത്തിലുമുള്ള ബേസ് എഴുതും അല്ലേ. ഇവിടെ 2 3 5 ഉണ്ട്, ഇവിടെ 2 3 5 ഉണ്ട്, ഇവിടെ 2 3 5 7 ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 2 × 3 × 5 × 7 എല്ലാ ബേസിനെയും എടുത്ത് എഴുതി. ഇനി ഈ ഓരോ ബേസിനകത്തിലെയും ഏറ്റവും ഉയർന്ന പവർ എഴുതണം. ഇവിടെ 2-നകത്തിലെ ഏറ്റവും വലിയ പവർ ഏതാ? 2/5. 3-കകത്തിലെ ഏറ്റവും വലിയ പവർ ഏതാ? 3/7. 5-നകത്തിലെ ഏറ്റവും വലിയ പവർ ഏതാ? 5/4. 7-നകത്തിലെ ഏറ്റവും വലിയ പവർ 7². ഇനി HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 നമ്പേഴ്സിലുമുള്ള കോമൺ ആയിട്ടുള്ള നമ്പർ മാത്രം, ബേസ് മാത്രം എടുത്തെഴുതും അല്ലേ. 2ഉം 3ഉം 5ഉം മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടുള്ള. ഇവിടെ 7 അധികപ്പറ്റ് വന്നു അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്തു? ഏറ്റവും ചെറിയ പവർ വീതം എഴുതി. നോക്കിയേ, 2ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? 2³. 3യുടെ ഏറ്റവും ചെറിയ പവർ ഏതാ? 3². 5ൻ്റെ ഏറ്റവും ചെറിയ പവർ ഏതാ? 5². ഇതാണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അടുത്ത മോഡൽ നോക്കിയേ. a⁵ b³ c², a⁴ b⁴ c⁴, a�6 b⁴ c⁴. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? a⁵ × b³ × c². നമ്മൾ സാധാരണ ഇതിനു മുമ്പ് നമ്പേഴ്സ് പഠിച്ചല്ലോ, അതേപോലെ തന്നെ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 3 നമ്പേഴ്സിനകത്തിലുമുള്ള എല്ലാ ബേസിനെയും നമ്മൾ എടുത്തെഴുതും. ഇവിടുത്തെ ബേസ് ഏതൊക്കെയാ? A B C എല്ലാ ബേസിനെയും
എടുത്തെഴുതി. ഏറ്റവും വലിയ പവറിനെ എടുത്തെഴുതും. ഏറ്റവും വലിയ പവർ ഏതാ നോക്കിയേ, എയുടെ ഏറ്റവും വലിയ പവർ a�6, ബിയുടെ ഏറ്റവും വലിയ പവർ ഏതാ b�4, സിയുടെ ഏറ്റവും വലിയ പവർ ഏതാ c�6. ഇതാണ് ഇവിടുത്തെ LCM. HCF ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, മൂന്നിലും പൊതുവായിട്ടുള്ള ബേസുകൾ എഴുതും അല്ലേ. ഇവിടെ ABC ഉണ്ട്, ഇവിടെ ABC ഉണ്ട്, ഇവിടെ ABC ഉണ്ട്. അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ളത് ഏതൊക്കെയാണ്, എയും ബിയും സിയും. ഇനി എന്ത് ചെയ്യും, അതിൻ്റെ ഏറ്റവും ചെറിയ കൃതി എഴുതും. ഏറ്റവും ചെറിയ കൃതി ഏതാ, എയുടെ ഏറ്റവും ചെറിയ കൃതി a⁴, ബിയുടെ ഏറ്റവും ചെറിയ കൃതി b³, സിയുടെ ഏറ്റവും ചെറിയ കൃതി c². ഓക്കെ, a⁴, b³ c². ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ നമ്പേഴ്സിന് പകരം അക്ഷരങ്ങൾ വന്നൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇവിടുത്തെ LCM എന്തായിരിക്കും, LCM = ABC അല്ലേ. നീ സ്ക്വയർ നോക്കിയേ, അല്ല ഇതിൻ്റെ പവേഴ്സ് നോക്കിയേ, എയുടെ ഏറ്റവും വലിയ പവർ ഏതാ a⁴, ബിയുടെ ഏറ്റവും വലിയ പവർ ഏതാ b⁵, സിയുടെ ഏറ്റവും വലിയ പവർ ഏതാ c�8. ഓക്കെ, ഇനി ഇവിടുത്തെ HCF ആണ് കാണാൻ ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, പൊതുവായിട്ടുള്ള നമ്പേഴ്സ് എഴുതി, ബേസ് എഴുതി. എയുടെ ഏറ്റവും ചെറിയ പവർ a³, ബിയുടെ ഏറ്റവും ചെറിയ പവർ b², സിയുടെ ഏറ്റവും ചെറിയ പവർ c³. മനസ്സിലായോ? നേരത്തെ നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, രണ്ട് സംഖ്യകളുടെ LCM 72ഉം HCF 6ഉമാണ്. ഒരു സംഖ്യ 18 ആയാൽ മറ്റേ സംഖ്യ ഏത്? ഓക്കെ, ഇതേ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഇത് പഠിച്ചു വെച്ചേക്കുക. രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് രണ്ട് സംഖ്യകളെ എക്സ് എന്നും വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ, രണ്ട് സംഖ്യകളെ എക്സ് എന്നും വൈ എന്നും എടുക്കുന്നു. രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് എക്സും വൈയുമാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ ഈ സംഖ്യകളുടെ പ്രോഡക്റ്റ്, ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, LCM ഇൻറ്റു HCFന് ഈക്വൽ ആയിരിക്കും. അപ്പം എന്താ പറഞ്ഞത്, രണ്ട് സംഖ്യകൾ എക്സും വൈയും ആണെങ്കിൽ ഈ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് കിട്ടുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ LCMഉം HCFും തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും. ദെൻ ഈ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ നോക്കിയേ, ഒരു സംഖ്യ 18 ആണെങ്കിൽ അപ്പോൾ എക്സിനെ നമുക്ക് 18 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 18 ഇൻറ്റു വൈ = LCM 72 ഇൻറ്റു HCF 6 ആണ്. കണ്ടോ, ഇതിൽ നിന്നും വൈയെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, വൈയുടെ കൂടെ 18 എന്ത് ചെയ്തേക്കുക, ഗുണിച്ചിരിക്കുകയാണ്. ഈ 18നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഗുണിക്കുന്ന സാധനം =നെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, അത് ഡിവിഷൻ ആവും. ഇവിടെ ഗുണിച്ചിരിക്കുന്ന സാധനത്തെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും, ഡിവിഷൻ ആകും. ഇതേ നോക്കിയേ, 72 ഇൻറ്റു 6 / 18 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, വെട്ടിക്രിയ ചെയ്യാം 9. ദെൻ ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്, ഇവിടെ ചെയ്യാം 3. ഓക്കെ, 18നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 9 എന്നും കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 3 എന്നും കിട്ടും അല്ലേ. ഇനി ഈ 3യെയും 9നെയും കൂടെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, ആൻസർ എത്ര കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 1 കിട്ടും. ഇനി 3യെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദെൻ 3യെ 72 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും, 24 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, 24 എന്ന് കിട്ടി. അപ്പം വൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് എത്ര കിട്ടി, 24 കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ട്, മറ്റേ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്കറിയാം രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ LCMഉം HCFും തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വലാണ്. ഈ ഇക്വേഷനകത്തിലേക്ക് നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് അവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സിനെ കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഓക്കെ, ഒന്നും കൂടെ ചെയ്തു നോക്കാം. അടുത്തൊരു കണക്ക് ചെയ്ത് നോക്കാം. രണ്ട് സംഖ്യയുടെ LCM 640ഉം HCF 32ഉം ആണെങ്കിൽ ഒരു സംഖ്യ 128 ആയാൽ മറ്റേ സംഖ്യ എത്രയാണ്? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, എക്സ് ഇൻറ്റു വൈ = 640 ഇൻറ്റു 32 അല്ലേ, LCM ഇൻറ്റു HCF. ഇനി ഇവിടെ ഒരു നമ്പർ 128 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 128 ഇൻറ്റു വൈ = 640 ഇൻറ്റു 32. ദെൻ ഇവിടെ വൈ കണ്ടുപിടിക്കണം. വൈയുടെ കൂടെ ഗുണിച്ചിരിക്കുന്ന 128നെ എടുത്ത് ഇപ്പുറത്തേക്ക് ഇടുക. ദെൻ =ന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. ദെൻ ഡിവൈഡ് ബൈ 128. ഇത് നമ്മൾ വെട്ടിക്രിയ ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 160 എന്ന് കിട്ടും. മനസ്സിലായോ? ഇതിനെ എളുപ്പം വെട്ടി ചെയ്യണം കേട്ടോ. അത് എങ്ങനെ വെട്ടി ചെയ്യാൻ നിങ്ങൾ പരിശീലിക്കണം. എങ്ങനെ നോക്കിയേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 122 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും,
12നെ ചെയ്യുമ്പോൾ 6 4 കിട്ടും. ദെൻ ഇവിടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 എന്ന് കിട്ടും അല്ലേ? 16 ഇൻറ്റു 4 എത്ര? 64 കിട്ടും. ദെൻ ഈ 4നെയും 64നെയും ക്യാൻസൽ ചെയ്യുന്നു. എത്ര കൊണ്ട്? 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 2 കിട്ടും. ഇവിടെ ആണെങ്കിൽ എത്ര കിട്ടും? 32 അല്ലെങ്കിൽ 320 കിട്ടും. വീണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആൻസർ ആയിട്ട് എത്ര കിട്ടും? 160 കിട്ടും. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വെട്ടി ചെയ്ത് പഠിച്ചേക്കാം കേട്ടോ. ഇത് ഒരുപാട് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് എളുപ്പം വെട്ടി പോകാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. രണ്ട് സംഖ്യകളുടെ LCM 200ഉം HCF 10ഉം ആണെങ്കിൽ ഒരു സംഖ്യ 40 ആയാൽ മറ്റേ സംഖ്യ ഏത്? നമ്മുടെ ഇക്വേഷൻ എന്തുവാ? രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? LCM ഇൻറ്റു HCFന് ഈക്വലാണ്. ഇവിടെ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ദെൻ ആ നമ്പർ 40 ആണെങ്കിൽ ദെൻ മറ്റേ നമ്പർ അറിയില്ല. LCM എത്ര? 200 ആണ്. HCF എത്ര? 10 ആണ്. ദെൻ എങ്ങനെയാണെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 200 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 40 ചെയ്ത് നോക്കിയേ. ദേ ഈ 0 വെട്ടിപ്പോയി. ദെൻ 4ഉം 200ഉം കൂടെ വെട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 50 കിട്ടും. രണ്ടാമത്തെ നമ്പർ കിട്ടി. എത്ര? 50. രണ്ടാമത്തെ നമ്പർ എത്രയാണ്? 50 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. രണ്ട് നമ്പേഴ്സിൻ്റെ ഗുണനം എന്ന് പറയുന്നത് അതിൻ്റെ LCMഉം HCFഉം തമ്മിൽ ഗുണിക്കുന്നതിന് ഈക്വൽ ആണ്. ഇത് അടുത്ത മോഡൽ നോക്കിയേ. 30 സെൻറ്റിമീറ്റർ, 18 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ വീതം വശമുള്ള ഒരു ലോഹക്കട്ടയിൽ നിന്നും ബാക്കി ഉണ്ടാക്കാതെ നിർമ്മിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര? ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര? മനസ്സിലായോ? ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം എത്ര? ഏറ്റവും വലിയ ക്യൂബുകളുടെ വശം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഏറ്റവും വലിയ, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഏറ്റവും ചെറിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ LCM കണ്ടുപിടിക്കണം. ഏറ്റവും വലിയതാണ് ചോദിക്കുമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കുക. ഒന്നും നോക്കണ്ട. 30 18 12ൻ്റെ HCF കണ്ടുപിടിക്കുക. 30 18 12ൻ്റെ എന്ത് കണ്ടുപിടിക്കുക? HCF കണ്ടുപിടിക്കുക. നോക്കി HCF കണ്ടുപിടിക്കുന്നത് എത്ര? 2 കൊണ്ട് ചെയ്യാം. 15 9 6. 3 കൊണ്ട് ചെയ്യാം. 5 3 2. ഇനി ഈ 5നെയും 3നെയും 2നെയും ഏതെങ്കിലും ഒരു കോമൺ ആയിട്ട് ഒരു നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? HCF ഈക്വൽ ടു 6 ആണ്. HCF ഈക്വൽ ടു 6 ആണ്. അപ്പോൾ നമുക്ക് പറയാം 30 18 12 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ലോഹക്കട്ടയിൽ നിന്നും 6 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു വലിയൊരു ക്യൂബ് നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. വലിയൊരു ക്യൂബ് ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായോ? ഓക്കെ, ദേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നീളം 36 സെൻറ്റിമീറ്റർ, വീതി 15 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചതുരാകൃതിയിലുള്ള തറയിൽ പതിക്കാൻ സാധിക്കുന്ന തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണങ്ങളുടെ വശത്തിൻ്റെ നീളം എന്ത്? മനസ്സിലായ ക്വസ്റ്റ്യൻ? ഒരു 36 സെൻറ്റിമീറ്ററും 15 സെൻറ്റിമീറ്റർ വശമുള്ളൊരു ചതുരാകൃതിയിലുള്ളൊരു തറ. 36 15. ഇവിടെ വിരിക്കാൻ പറ്റുന്ന ഈ തറയിൽ പതിക്കാൻ സാധിക്കുന്ന തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണങ്ങളുടെ വശത്തിൻ്റെ എണ്ണം. തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണത്തിൻ്റെ വശത്തിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? 36ൻ്റെയും 15ൻ്റെയും HCF കണ്ടുപിടിക്കുക. 36ൻ്റെയും 15ൻ്റെയും HCF 3 കൊണ്ട് ചെയ്യാം. ആൻസർ എത്ര കിട്ടും? 12ഉം 5ഉം കിട്ടും. ഇനി 12നെ 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ HCF എന്ന് പറയുന്നത് 3 ആണ്. അപ്പം നമുക്ക് പറയാം 3 സെൻറ്റിമീറ്റർ വശമുള്ള മാർബിൾ കഷ്ണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇടാൻ പറ്റും. ചോദ്യം മനസ്സിലായോ? ഇത് 36 15 സൈഡുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്ത് പതിക്കാൻ വേണ്ടിയുള്ള തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മാർബിൾ ഇടുമ്പോൾ ഇങ്ങനെ തുല്യമായിട്ട് ഇടണം. അല്ലാതെ ഇങ്ങനെ മാർബിൾ കട്ട് ചെയ്തിടരുത്. അപ്പം തുല്യമായിട്ട് ഇടണമെങ്കിൽ എത്ര മാർബിൾ ഇവിടെ വീഴും എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ മാർബിളിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 36നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നമ്പർ ആയിരിക്കണം ഇവിടുത്തെ സൈഡ് എന്ന് പറയുന്നത്. അതേപോലെ 15നെയും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പർ ആയിരിക്കണം. അപ്പോൾ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന 15നെയും 36നെയും പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണയായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? HCF ആണ് അല്ലേ? ഘടകങ്ങളാണ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. HCF ആണ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ HCF വഴിയാണ്.
അതുവഴി നമ്മൾ കണ്ടുപിടിച്ചു, ആൻസർ 3 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ. ദെൻ അടുത്ത മോഡൽ നോക്കിയേ. 49, 97, 65 എന്നീ സംഖ്യകൾ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. എങ്ങനെ? ശിഷ്ടം 1 വരുന്ന അല്ലെങ്കിൽ ശിഷ്ടം വരുന്ന നമ്പേഴ്സിൻ്റെ ഏറ്റവും ചെറിയ നമ്പറാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഈ നമ്പേഴ്സിൻ്റെ LCM കണ്ടിട്ട് അതിൻ്റെ കൂടെ ഈ ശിഷ്ടം എന്ത് ചെയ്യണം? കൂട്ടണം. പൊതുവായിട്ടൊരു ശിഷ്ടമാണെങ്കിൽ ആ ശിഷ്ടം കൂട്ടണം. മനസ്സിലായോ? ഇവിടെ പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കാനാ. ഏറ്റവും വലുത് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നമ്മൾ എന്ത് കണ്ടുപിടിച്ചേക്കണം? HCF കണ്ടുപിടിച്ചേക്കണം. അത് പഠിച്ചു ചോദിക്കുക. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ LCM കണ്ടുപിടിക്കുക. ഏറ്റവും വലിയ നമ്പർ ചോദിക്കുകയാണെങ്കിൽ HCF കണ്ടുപിടിക്കുക. നോക്കിയാൽ എന്താ ചോദിച്ചേക്കുന്നത്? ഏറ്റവും വലിയ സംഖ്യയാണ്, അത് പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ LCM ആയിരിക്കും. ഏറ്റവും വലിയ സംഖ്യയാണെങ്കിൽ HCFൻ്റെ കേസിലായിരിക്കും കണക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് തന്നേക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ 49, 97, 65. ഈ നമ്പേഴ്സിനകത്തിൽ നിന്നെല്ലാം 1 കുറയ്ക്കുക. ഈ ശിഷ്ടം വരുന്ന 1 ഉണ്ടല്ലോ, ഈ 1 ഈ പറയുന്ന നമ്പേഴ്സിനകത്ത് നിന്നെല്ലാം എന്ത് ചെയ്യുക? കുറയ്ക്കുക. നമ്പേഴ്സിനകത്ത് നിന്ന് ശിഷ്ടം വരുന്ന 1 കുറയ്ക്കുക. 49 നിന്ന് 1 പോയാൽ നമുക്ക് കിട്ടും 48. 97 നിന്ന് 1 പോയാൽ നമുക്ക് കിട്ടും 96. 65 നിന്ന് 1 പോയാൽ നമുക്ക് കിട്ടും 64. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ഫാക്ടറൈസേഷൻ വഴി ചെയ്യുക. 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 48 കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഇവിടെ 4 കൊണ്ട് ചെയ്യുന്നു 6, 12, 8. വീണ്ടും നമ്മൾ 2 കൊണ്ട് ചെയ്യുന്നു 3, ദെൻ 12നെ ചെയ്യുമ്പോൾ 6, ദെൻ 8നെ ചെയ്യുമ്പോൾ 4 അല്ലേ? 3യും 6നെയും 4നെയും ഏതെങ്കിലും പൊതുവായിട്ട് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് പറയാം HCF എന്ന് പറയുന്നത് 2 × 4 × 2 ആണ് അല്ലേ? എന്നുവെച്ചാൽ 2 × 4 8, 8 × 2 16. അപ്പോൾ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 16 ആണ്. ഏറ്റവും വലിയ സംഖ്യ 16 ആണ്. എന്താ ചെയ്തത്? നമുക്ക് തന്ന സംഖ്യയിൽ നിന്നെല്ലാം ശിഷ്ടം എത്രയാണോ ആ ശിഷ്ടം നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. മൈനസ് ചെയ്തിട്ട് ആ സംഖ്യകളുടെ HCF കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയേ. 26, 34, 66 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ നമ്പേഴ്സിനകത്ത് നിന്ന് ആ ശിഷ്ടത്തെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. 26 നിന്ന് 2 പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടും 24. 34 നിന്ന് 2 പോയാൽ 32. 66 നിന്ന് 2 പോയാൽ 64. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യുക? ഫാക്ടറൈസേഷൻ ചെയ്യുക. എത്ര കിട്ടും നമുക്ക്? 8 കൊണ്ട് ചെയ്താൽ 3, 4, 8 എന്ന് കിട്ടും. ഇവിടുത്തെ HCF എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 8 എന്ന് കിട്ടും. HCF 8 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്പർ സംഖ്യ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? 8 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ HCFൻ്റെ നമ്മുടെ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ PSC ബേസിലുള്ള എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു ഈ വീഡിയോയിലൂടെ. അടുത്ത വീഡിയോയിൽ നമ്മൾ റെയിൽവേ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് വേഗം എത്തത്തോളം. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.